അവിടെ ഉണ്ടായ ഒരു അപകടത്തോടു കൂടി എൻ്റെ നെഞ്ചു മുതൽ താഴോട്ട് തളർന്നു. വീൽ ചെയറിൽ ഇരിക്കാൻ ഒരേ ഒരു കാരണം, കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ എൻ്റെ കാല് താഴെ ചവിട്ടിയിട്ടില്ല. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ ചെന്ന് വീഴുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. നിങ്ങളും ഞാനും നമ്മുടെ സ്വന്തം വീടുകളിൽ പ്രഭാതമുണർന്ന് അത്യാവശ്യ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തമ്പുരാനെ അന്വേഷിച്ച് അവൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ ആകുലതകളും വേദനകളും കർത്താവിനോടൊന്ന് പറയാൻ, അതിനുശേഷം ജീവിതത്തിന് ആവശ്യമായ ഊർജം ഉൾക്കൊണ്ട് ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യം സ്വീകരിച്ചുകൊണ്ട് ജീവിത ബലി അർപ്പിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളും ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ ദിവസമാണ്. ഈ 2 ദിവസത്തിൻ്റെയും എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു. ദീർഘകാലം ഭാരതം വലിയൊരു അടിമത്തത്തിലായിരുന്നു, വിദേശാധിപത്യത്തിലായിരുന്നു. അവയിൽ നിന്നെല്ലാം മോചിപ്പിച്ച് ഇപ്പോൾ 79 വർഷമായി സ്വാതന്ത്ര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. അമ്മയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ അമ്മയുടെ ബലിജീവിതത്തിൽ നിന്നാണ് പുത്രൻ ഈ ലോകത്ത് വരുന്നത്. അവളുടെ ജീവിതമാണ് ആദ്യത്തെ പാഠശാല. ഈശോയുടെ പാഠശാല അമ്മയുടെ ജീവിതം തന്നെയാണ്. ഇപ്പോൾ മുതൽ എല്ലാ തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അത് ഈശോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ഈശോ ലോകത്ത് കുഞ്ഞായി ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്തോത്രഗീതത്തിൽ പറയാം, ഇപ്പോൾ മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പോൾ ഈശോയ്ക്ക് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ വെളിപ്പെടുകയാണ്. ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ആ അമ്മയുടെ സ്വർഗാരോപണ ദിവസം, ഭൂമിയിൽ നമുക്ക് ജന്മം നൽകാൻ ദൈവം ഒരു അമ്മയെ നൽകി. അതെൻ്റെയും നിങ്ങളുടെയും അമ്മയാ. ഇതുപോലെ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധ അമ്മയെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. കുരിശിൽ കിടന്നുകൊണ്ട് ഏൽപ്പിച്ചു, യോഹന്നാനെ കൊണ്ടുപോയിക്കൊള്ളുക, ഇത് ഇന്നു മുതൽ ഇനി നിന്റെ അമ്മയാ, ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞാണ് യോഹന്നാന് കൊടുക്കുന്നത്. ആ അമ്മ ഈ ലോകത്ത് ജീവിച്ച് തൻ്റെ ആയുസ്സിൻ്റെ പൂർണ്ണതയിൽ ദേഹങ്ങളോട് കൂടി സ്വർഗത്തിലെത്തിയിരിക്കുന്നു. എന്നെയും നിങ്ങളെയും അവിടെ സ്വീകരിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 ആഘോഷങ്ങളുടെയും എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുന്നു. എന്നെ ഇതിനകത്ത് അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. കണ്ടിട്ടുള്ളവര്? ഓ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാനിവിടെ വന്ന് നേരത്തെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള ആളാണ്. എൻ്റെ പേര് കുഞ്ഞുമോൻ പുന്നപ്പറ, അങ്ങനെയാണ് ഞാൻ അറിയപ്പെടുന്നത്. ഞാൻ കുട്ടനാട്ടുകാരനാണ്. എടത്വയാണ് എൻ്റെ നാട്. ഞാൻ ഇന്ന് താമസിക്കുന്നത് എറണാകുളത്താണ്. എടത്വ സെൻറ്റ് ജോർജ് പള്ളിയാണ് എൻ്റെ ഇടവക പള്ളി. അവിടെ 11 മക്കളുള്ള ഒരു വീട്ടിലെ 4ാമത്തെ മകനായി 70 വർഷം മുമ്പ് 8ാം മാസം ജനിച്ചു. 11 മക്കളിൽ ഒരു ചേട്ടൻ മരിച്ചുപോയി, ബാക്കി 10 പേരുമുണ്ട്. എന്നാൽ ഈ 11 പേരും കല്യാണം കഴിച്ചു മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. 3 മക്കളും 6 കൊച്ചുമക്കളും എനിക്കുണ്ട്. ഞാൻ നല്ല ആരോഗ്യത്തോടെ ഓടി നടന്ന് ജീവിച്ചൊരു മനുഷ്യനാണ്. 94 ധ്യാനം കൂടി, അതിനുശേഷം അത്യാവശ്യം പാട്ടൊക്കെ പാടുന്ന ഒരാളാണ്. ശുശ്രൂഷകളിലേക്ക് ഇറങ്ങി കഴിയുന്ന തരത്തിൽ ശുശ്രൂഷയൊക്കെ ചെയ്ത് അറിവിനനുസരിച്ച്. അപ്പം സത്യത്തിൽ ഞാൻ പഠിക്കാനൊരു മണ്ടനായിരുന്നു കേട്ടോ. മണ്ടന്മാരെന്ന് പറയുമ്പോൾ ലോകത്തിന് വലിയ വിലയില്ലാത്ത, പക്ഷേ ദൈവത്തിന് വലിയ വിലയുള്ളവർ ഏറ്റവും വലിയ മണ്ടന്മാരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നീ മണ്ടനാ, പൊട്ടനാണ്, പൊട്ടിയാണ്, നീ കൊള്ളാത്തതാണ്, നിനക്ക് ബുദ്ധിയില്ല, അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചു കൊള്ളുക. കാരണം ഈ മണ്ടനെയും പൊട്ടനെയൊക്കെയാണ് കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പഠിക്കാൻ മണ്ടനായ എന്നെയും എല്ലാവരും മണ്ടൻ പൊട്ടനെന്ന് വിളിച്ചു. പക്ഷേ ദൈവം എനിക്കൊരു നല്ല ജോലി തന്നു, ദൈവം എനിക്കൊരു നല്ല കുടുംബജീവിതം തന്നു. എൻ്റെ വീട്ടിലല്ലാത്തവരെല്ലാം 10ാം ക്ലാസ് പാസ്സായവരെ, ഞാൻ മാത്രമാണ് പാസ്സാകാത്തത്. അവർക്കാർക്കും ഒരു നല്ല ജോലി കിട്ടിയില്ല. ദൈവം എനിക്കൊരു നല്ല ജോലി തന്നു. ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? അറിവും കഴിവും വിദ്യാഭ്യാസവും ഒക്കെ ദൈവം തരുമ്പോൾ അത് തന്നത് ദൈവമാണെന്നും പറഞ്ഞ് സാധാരണഗതിയിൽ ആരും ദൈവത്തിന് നന്ദി പറയുന്നത് കേൾക്കാറില്ല, അല്ലേ? ഉണ്ടോ? കർത്താവ് +2 പാസ്സായല്ലോ, അല്ലെ ഡിഗ്രി പാസ്സായല്ലോ, അങ്ങനെ ആരും നന്ദിയൊന്നും പറയാറില്ല. കിട്ടുന്നത് മാച്ചോട്ടങ്ങ് പോവും. പക്ഷെ തോറ്റുപോയവൻ ആരെ വിളിക്കും? തമ്പുരാനെ, ഇത്തോണയും തോറ്റുപോയല്ലോ, ദൈവമേ ഇത്തോണയും പരാജയപ്പെട്ടല്ലോ, ഈ കച്ചവടവും പരാജയപ്പെട്ടല്ലോ,
അപ്പം നമ്മളെ പരാജയങ്ങളെന്ന് നമ്മളെ ദൈവസന്നിധിയോട് അടുപ്പിച്ച് നിർത്തും. അപ്പൊ ധ്യാനം കൂടിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റുകയില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും വിചാരിക്കുക, ഞാൻ ചെയ്തതാരും കണ്ടില്ല, ഞാൻ പറഞ്ഞതാരും കേട്ടില്ല, ഞാൻ ചിന്തിച്ചതാരും കണ്ടില്ല. അങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിലെ വിചാരമെങ്കിൽ ഇന്ന് അവസാനിപ്പിച്ചോ. കാരണം സങ്കീർത്തനം 139 പറഞ്ഞു വെക്കുന്നു, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണുകൾ എന്നെ കണ്ടു, അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നപ്പോഴും നീ തന്നെയാണ് എൻ്റെ ദൈവം, ഭൂമിയിലേക്ക് ഞാൻ ജനിച്ചു വീണത് നിന്റെ കരങ്ങളിലാണ്, നടക്കുമ്പോൾ എനിക്ക് മുന്നിലും പിന്നിലും അവിടുന്ന് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഒരു വാക്ക് സംസാരിക്കാൻ എൻ്റെ ഹൃദയം ചിന്തിക്കുമ്പോൾ സകല മനുഷ്യനും പിടിക്കപ്പെടുന്ന സ്ഥലം അതാ. കാരണം എൻ്റെ ചിന്ത ഈ ലോകത്ത് ആർക്കും അറിയില്ല, എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. ആരും അറിയില്ല എന്ന് വിചാരിച്ച് നീ നിന്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ചിന്ത പോലും അറിയുന്ന അനന്തജ്ഞാനിയായ ദൈവമാണ് നമ്മളുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ അവൻ ഒരുപാട് സ്നേഹിച്ചത് കൊണ്ടാണ് അവനോളം വില നൽകിക്കൊണ്ട് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതാവസ്ഥ എന്ത് തന്നെയായിരുന്നാലും നിരാശപ്പെടരുത്. ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്, എന്നോട് സംസാരിക്കാൻ വരാറുണ്ട്. അവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില. അങ്ങനെയാണ് ഇങ്ങനെയാണ്, തകർന്നു പോയി, ബന്ധങ്ങൾ പോയി, പണം പോയി, ആരോഗ്യം പോയി, മനുഷ്യരാരും ഇപ്പം മിണ്ടുന്നില്ല, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി. അങ്ങനെയുള്ളവരൊക്കെ ഭാഗ്യവാന്മാരാണ് കേട്ടോ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യൻ ചെന്ന് വീഴുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിൽ ഒരു നല്ല ജോലിയൊക്കെ കിട്ടി, ഒരു പ്രസ്ഥാനം തുടങ്ങി. ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ മെക്കാനിക്കൽ സൈഡ് ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. 97 ജനുവരി 19 രാവിലെ ഒരു സൈറ്റ് വർക്കിന് വേണ്ടി ചെന്നതാണ്. അവിടെ ഉണ്ടായ ഒരു അപകടത്തോടു കൂടി എൻ്റെ നെഞ്ചു മുതൽ താഴോട്ട് തളർന്നു. വീൽ ചെയറിൽ ഇരിക്കാൻ ഒരേ ഒരു കാരണം, കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ എൻ്റെ കാല് താഴെ ചവിട്ടിയിട്ടില്ല. നെഞ്ചു മുതൽ തളർന്ന വൈദ്യശാസ്ത്രം എന്നോട് പറഞ്ഞു, സോറി, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എൻ്റെ സ്പൈനൽ കോഡ് പിരിഞ്ഞു പോയതാണ്. എനിക്ക് വിശപ്പറിയില്ല, ദാഹമറിയില്ല, മലമൂത്ര വിസർജനം അറിയില്ല. അങ്ങനെ എന്നെ 1.5 മാസങ്ങൾക്ക് ശേഷം എന്നെ ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് വിട്ടു. അന്നേരം എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, കുഞ്ഞുമോനെ ഇനി പുറത്തൊന്നും ഇറങ്ങാൻ ഒക്കുകയില്ല, അതുകൊണ്ട് കുഞ്ഞുമോനെ ഒരുപാട് വിഷമമൊന്നും വേണ്ട. പക്ഷെ ഞാൻ എന്തോ ദൈവം തന്നൊരു കൃപ, ധ്യാനത്തിന് ശേഷം ഒരു ശുശ്രൂഷകനായതിനു ശേഷമാണ് ആക്സിഡൻ്റ് ആയത്. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപകടപ്പെട്ട് ഞാൻ അനങ്ങാൻ മേലാതെ കിടക്കുമ്പോഴും ഞാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല, അയ്യോ ഞാൻ ഇങ്ങനെ ആയല്ലോ എന്നെനിക്ക് തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. കർത്താവ് എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്ന ഇപ്പം നിങ്ങളൊക്കെ നോക്കുമ്പോൾ ഞാനൊരു വീൽ ചെയറിലായിരിക്കുന്നു അല്ലേ. പക്ഷേ ഒരു വീൽ ചെയറിൽ അല്ലെങ്കിൽ ഒരു കസേരയിൽ ഒരാൾ എത്ര മണിക്കൂർ ഇരിക്കും? 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ, അതിൽ കൂടുതൽ ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഇരിപ്പ് 14 മണിക്കൂറും 16 മണിക്കൂറുമാണ്. വെളുപ്പിനെ 5 മണിയായപ്പോൾ ഉണർന്നു, 6 മണിയായപ്പോൾ കാറെ കയറി, അന്നേരം മുതൽ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഒരു 15 മിനിറ്റ് 20 മിനിറ്റേ ആയിട്ടുള്ളൂ. കാറയിൽ വീൽ ചെയറിൽ ഇരുന്നു, കാറെ കയറി, കാറയിൽ ഇരുന്നു, ഇവിടെ വന്ന് കൈകുത്തി ഇതേ കയറി, ഇവിടെ വന്നു. ഇനി എൻ്റെ വീട്ടിൽ രാത്രി 10 മണി വരെ ഇതിങ്ങനെ തന്നെയാണ് ജീവിതം. വീൽ ചെയറിൽ തന്നെയാണ് ജീവിതം. ഈ വീൽ ചെയറിൽ ഇരിക്കാൻ ഒരു സുഖം ഉണ്ടായിട്ട് ഇരിക്കുന്നതല്ല. ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ കാണുന്ന വീൽ ചെയറിലല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. ലോകം എന്നെ നഷ്ടമെന്നെണ്ണി ഉപേക്ഷിച്ചു. രക്ഷയില്ല, രക്ഷയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ 27ാമത്തെ വർഷവും ഞാൻ ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതല്ല, ഞാൻ ലോകം മുഴുവൻ ഓടി നടന്നുകൊണ്ട് എന്നെ സുഖപ്പെടുത്താതെ ബലപ്പെടുത്തിയ ദൈവത്തെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗം സൗഖ്യപ്പെട്ടാൽ അതൊരു ഭാഗ്യമാണ്, സംശയമൊന്നും വേണ്ട. എന്നാൽ സൗഖ്യപ്പെട്ടില്ലെങ്കിൽ അതൊരു മഹാഭാഗ്യമാണ്. ഹല്ലേലൂയ. അയ്യോ, ഇതന്നെ ഈ ബ്രദർ ഇങ്ങനെ പറയുന്നത്. എല്ലാവരും രോഗസൗഖ്യത്തെ പറ്റിയാണ് പറയുന്നത്, ഇത് സൗഖ്യപ്പെടാത്ത കാര്യത്തെ പറ്റി പറയുന്നു. അതെങ്ങനെ മഹാഭാഗ്യമാകുന്നത്? രോഗസൗഖ്യം കിട്ടിയാൽ സാധാരണ ഒരു മനുഷ്യനായി ഈ ലോകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാം. അവനവൻ്റെ കൂട്ടുകാരും ഭാര്യയും മക്കളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ടാകും. എന്നാൽ സൗഖ്യപ്പെടാതെ ഇരിക്കുന്ന മനുഷ്യര്
മനസ്സിലാക്കിക്കൊള്ളുക, അവന്റെ ജീവിതം വിശുദ്ധിയിലേക്ക് ദൈവം നയിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക് ഞാൻ പറയുന്നത്, നടക്കുന്ന ഒരാൾ, ഞാൻ വലിയ പരാതി ദൈവത്തോട് പറഞ്ഞൊരു മനുഷ്യനാണ്. അപ്പൊ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഹനം മാറുന്ന സഹനമെല്ലാം ഭാഗ്യമാണ്, മാറാത്ത സഹനം മഹാഭാഗ്യമെന്ന് പറയാൻ പറഞ്ഞു. അയ്യോ, ഞാൻ പറഞ്ഞു അതെങ്ങനെയാ പറയുന്നേ? ഇപ്പൊ നടുപിടിച്ചിരിക്കുന്നത് ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ ആർക്കാ വിശ്വസിക്കാൻ പറ്റുന്നേ? പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നീ ഓടി നടന്ന സമയത്തും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ ഇപ്പോഴാണോ നീ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞ് ആരോഗ്യമുള്ളപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, പൂർണ്ണമായി നീ ദൈവത്തിൽ ആശ്രയിച്ചത് ആരോഗ്യമുള്ളപ്പോഴോ ആരോഗ്യമില്ലാത്തപ്പോഴോ? അപ്പം ഞാൻ പറഞ്ഞു, ആരോഗ്യം പോയപ്പോഴാണ് പറഞ്ഞു, തമ്പുരാനെ ഇനി നീ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം പരിശുദ്ധാത്മാവ് അടുത്ത ചോദ്യം ചോദിച്ചു, നിന്നിൽ പാപം കുറഞ്ഞിരുന്നത് ആരോഗ്യമുള്ളപ്പോഴോ ആരോഗ്യമില്ലാത്തപ്പോഴോ? അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോഴാണേലും ഓടി നടക്കുകയാണ്, എവിടെയെങ്കിലുമൊക്കെ കുഴി ചെന്നിയാടും, ഏതെങ്കിലുമൊക്കെ പാപത്തിൻ്റെ കെട്ടുകളിൽ ചെന്നിയാടും. ഇപ്പം അങ്ങനെ പോകാൻ സാധിക്കുന്നില്ല. ദൈവം എന്നെ പിടിച്ചിരുത്തിയിരിക്കുന്നത് കൊണ്ട് വളരെ കുറച്ച് പാപം എനിക്ക് ചെയ്യാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഓടി നടക്കുകയാണ്, ഒരുപാട് പാപം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ എന്നിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കാം, നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നന്നായി പ്രാർത്ഥിക്കാൻ പറ്റി, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റി, പാപം കുറച്ച് മാത്രമാണ് നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇതൊരു ഭാഗ്യമല്ലേ? അപ്പം ഞാൻ രണ്ട് കരവും ഉയർത്തിക്കൊണ്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. കാരണം സഹനവും സങ്കടവും വേദനയും കഷ്ടപ്പാടും ദുരിതവും ഒക്കെ വലിയ ഭാഗ്യമാണെന്ന് ഇനി മുതൽ ഞാൻ പ്രസംഗിച്ചോളാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ രോഗികളായി അല്ലെങ്കിൽ കുടുംബ പ്രശ്നവുമായിട്ട് സങ്കടപ്പെട്ട് വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരും നിരാശപ്പെടല്ലേ. സങ്കടം വന്ന കരഞ്ഞു, ദൈവത്തോട് പരാതി പറഞ്ഞു, പക്ഷേ നിരാശപ്പെടാൻ നമുക്ക് അവകാശമില്ല. കാരണം ലോകം കണ്ടതിൽ ഏറ്റവും തകർക്കപ്പെട്ട മരണമാ കർത്താവിന് കിട്ടിയത്. പക്ഷേ ആ മരണത്തിന്റെ ആയുസ് 3 ദിവസം മാത്രമായിരുന്നു. 3-ാമത്തെ ദിവസം അവന്റെ കല്ലറ തുറന്നവൻ പുറത്തു വന്ന ജീവനുള്ള ദൈവത്തിന്റെ മകനും മകളുമാ നീ ഞാനും. അങ്ങനെ ഒരു ദൈവം സ്വന്തമായിട്ടുണ്ട്. എൻ്റെ ദൈവം എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്ക് സ്വന്തമായിട്ടുള്ളപ്പോൾ ഇനി നിരാശപ്പെടണോ? എൻ്റെ ഈ നെഞ്ചുമോല് താഴെയോട്ട് നോക്കിയാൽ 100 വട്ടം നിരാശപ്പെടാനുള്ള വകയുണ്ട്. എഴുന്നേക്കാൻ മേലെ, നടക്കാൻ മേലെ. നമുക്കറിയാമല്ലോ, നമ്മുടെ മലമൂത്ര വിസർജനം നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ ഉണ്ടാകാവുന്നൊരു പ്രശ്നം. പക്ഷേ ഇന്ന് ഇതിനെപ്പറ്റി ഒന്നും ഒരു പരാതിയില്ല. കാരണം ദൈവം വേണ്ടതുപോലെ വേണ്ട തരത്തിൽ എന്നെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ എല്ലാവരും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. ആരോഗ്യമുള്ള കുഞ്ഞുമോനേക്കാൾ എൻ്റെ ദേശത്തിന് ഇന്ന് ഇഷ്ടം ആരോഗ്യമില്ലാതെ വീൽചെയറിൽ ഇരിക്കുന്ന കുഞ്ഞുമോനെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം നമ്മളുടെ വ്യക്തി ജീവിതത്തിനും നമ്മളുടെ കുടുംബ ജീവിതത്തിനും നമ്മളുടെ ദേശത്തിനും വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. ഞാൻ ഒരു ദിവസം എൻ്റെ പ്രാർത്ഥനാ മധ്യേ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, എനിക്ക് അമ്മയെ വലിയ ഇഷ്ടമാണ്. അമ്മയോട് ചോദിച്ചു, അമ്മ നിനക്ക് എങ്ങനെ അമ്മ ഈ കുരിശിൻ്റെ മുമ്പിൽ ബോധം കെടാതെ നിൽക്കാൻ പറ്റിയേ? എന്നെ കുരിശ തറയ്ക്കുന്ന എൻ്റെ അമ്മ കണ്ടാൽ, എന്നെ തല്ലുന്നത്, എന്നെ ഉപദ്രവിക്കുന്നത്, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അവൾ അവിടെ ബോധം കെട്ട് വീഴും. അപ്പം ഞാൻ ചോദിച്ചു, നീ പിന്നെ എങ്ങനെയാണ് നീ ഈ കുരിശിൻ്റെ മുമ്പിൽ ബോധം കെടാതെ നിന്നത്? എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഇങ്ങനെയാണ്, അത് എൻ്റെ കഴിവല്ല, എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിന്നിൽ നിന്നൊരു പുത്രൻ ജനിക്കും. ആ ജനിക്കുന്ന പുത്രൻ മനുഷ്യവർഗത്തിന്റെ രക്ഷകനാണെന്ന് പരിശുദ്ധാത്മാവ് മുന്നമേ പഠിപ്പിച്ചു. ഈ പുത്രൻ നിന്റെ കൺമുൻപിൽ മരിക്കും. ഇതെല്ലാം ഈ ദൈവിക, കാരണം പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ കാര്യസ്ഥനാണ്. സ്വർഗത്തിന്റെ കാര്യസ്ഥൻ സ്വർഗീയ രഹസ്യം മുഴുവൻ പറഞ്ഞു കൊടുത്തിരുന്നു. ആ പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിയ വചനം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാണ് ഈ ബലിയിലൂടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയ അമ്മ കരയാനും കൂവാനും പോയില്ല. അമ്മയ്ക്ക് സങ്കടമുണ്ട്. ഒരുപാട് സങ്കടത്തോടെ അമ്മ നിൽക്കുമ്പോഴും നിരാശപ്പെടാതെ പുത്രനെ പിതാവിൻ്റെ കരങ്ങളിൽ ബലി അർപ്പിക്കുന്ന ഒരമ്മയെ പോലെ കുരിശിന് ചുവട്ടിൽ കുലുങ്ങിയ ഭൂമിക്ക് മുകളിൽ
നമുക്കറിയാം, ഈശോയുടെ മരണസമയത്ത് ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്ന്, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. പ്രകൃതി മുഴുവനും എതിരായി വല്ലാത്ത തരത്തില് ഈ ലോകത്തെ ഇളക്കി മറിക്കുമ്പോഴും അതിൻ്റെ മുകളിൽ അനങ്ങാതെ നിൽക്കുന്ന, കുലുങ്ങാതെ നിൽക്കുന്ന പരിശുദ്ധ അമ്മ, ആ അമ്മയ്ക്ക് കൊടുത്ത ബലം പരിശുദ്ധാത്മാവാണ് കൊടുത്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ പരിശുദ്ധാത്മാവിനെ ഒരു കുറവുമില്ലാതെ എനിക്ക് നിനക്ക് മാമോദീസ തൊട്ടിയിൽ വെച്ച് ഈ ദൈവം നമുക്ക് തരുമ്പോൾ അവൻ എന്തുമാത്രം നമ്മളെ സ്നേഹിച്ചു. കക്കാനും മോഷ്ടിക്കാനും തല്ലുണ്ടാക്കാനും വഴക്ക് പറയാനും ചീത്ത പറയാനും തക്ക ബലഹീനതയൊക്കെയാണ് നമുക്കുള്ളത്. പക്ഷേ അത്ര ബലഹീനതയുള്ള എന്നെയും നിന്നെയും ശുദ്ധീകരിച്ച് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിനെ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിലേക്ക് നൽകി നിന്റെ ഉത്ഭവ പാപം മോചിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞായി മാറ്റുമ്പോൾ സ്വർഗം നമ്മെ എന്തുമാത്രം സ്നേഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിരാശപ്പെടണോ? നിരാശപ്പെടണോ? ഞാൻ പറയല്ലോ, നെഞ്ചുമുതൽ താഴോട്ട് നോക്കിയാൽ 100 കാര്യം പറഞ്ഞ് എനിക്ക് നിരാശപ്പെടാൻ അവസ്ഥയുണ്ട്. പക്ഷേ ഞാൻ നെഞ്ചുമുതൽ മുകളിലേക്ക് നോക്കും, ഇത്രയല്ല പോയുള്ളോ, ഇത്രയല്ല പോയുള്ളോ. എനിക്ക് കാണാം, എനിക്ക് കേൾക്കാം, എനിക്ക് ചിന്തിക്കാം, എനിക്ക് സംസാരിക്കാം, ഈ കൈ കൊണ്ട് കാർ ഓടിക്കാം. ഞാൻ തന്നെ കാർ ഓടിച്ചാണ് വന്നേക്കുന്നത്. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു പെരക്കകത്തുനിന്ന് തന്നെ പുറത്തിറങ്ങില്ല എന്ന്. ഞാൻ ഈ കേരളം മുഴുവൻ ഓടി നടന്ന് ഇപ്പോൾ 5 ലക്ഷം കിലോമീറ്റർ കാർ ഓടിച്ച് തിരുവനന്തപുരം മുതൽ അങ്ങ് കണ്ണൂർ വരെ യാത്ര ചെയ്ത് എന്നെ സുഖപ്പെടുത്താതെ ബലപ്പെടുത്തുന്ന ദൈവത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും നമ്മളെ തകർക്കില്ല. നീ യഥാർത്ഥ ദൈവവിശ്വാസിയാണ്, നിന്നെ ആർക്കും തകർക്കാൻ പറ്റില്ല. ജീവിതം നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. അവിടുത്തെ കരങ്ങളോട് ചേർന്ന്, അവിടുത്തെ സ്നേഹത്തോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈശോയുടെ വലിയ സ്നേഹത്തിൻ്റെ ദിവസമാണ് ഇന്ന്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നത്. വെളുപ്പിനെ 5 മണിയായപ്പോൾ എന്നെ ഇന്നലെയും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് തന്നെ പോരെ, കാരണം റോഡെല്ലാം ഭയങ്കര ബ്ലോക്കാണ്, ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ റോഡിൽ കൂടി ഇപ്പോൾ യാത്ര ചെയ്യാൻ. പക്ഷേ അതൊന്നുമല്ല, എന്നിട്ടും കൃത്യം കർത്താവ് ഇവിടെ കൊണ്ടുവന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിരാശപ്പെടണോ? മക്കൾ ശരിയായില്ല, ഭർത്താവിൻ്റെ ഈ അടുത്തത് ഇന്നലെ ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്തിരി സങ്കടങ്ങളാ, ഇയാളൊരു കഴകത്തില്ലാത്ത മനുഷ്യനാ ഇയാള്. അപ്പം ഞാൻ ചോദിച്ചു, കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലമായി? 27 കൊല്ലമായി. 27 കൊല്ലം ഇങ്ങനെ ആയിരുന്നോ? അല്ല, ഇപ്പം അയാളെ നമുക്ക് പറ്റുകയില്ല. ഒത്തിരി കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, സഹോദരി ഈ പുള്ളിക്കാരന് ആഹാരമൊക്കെ കൊണ്ടുതരുമോ? അവർ ആ കാര്യത്തിൽ ഒരു മുട്ടുമില്ല. അല്ല, കീറിയ വസ്ത്രം കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, അതുമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, വീട്ടിൽ ദൈവിക സംരക്ഷണം നൽകുന്നുണ്ടോ? ഏതേ മറ്റു ഉത്തരവൊന്നുമില്ലാതെ കുടുംബത്തെ അതൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ചേച്ചി ഇനി മിണ്ടിപ്പോകല്ല ഭർത്താവിൻ്റെ കുറ്റത്തെപ്പറ്റി. ഭക്ഷണം കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്, സംരക്ഷണം കിട്ടുന്നുണ്ട്, അത്യാവശ്യം അത്രയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാമല്ലോ. പിന്നെ ആ മനുഷ്യൻ്റെ മാനുഷിക ബലഹീനത അയാൾ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്. ചേച്ചി ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ ചേട്ടനെ കർത്താവ് സുഖപ്പെടുത്തി തരും. ഹല്ലേലൂയാ. പരാതി പറയാൻ എന്ത് എളുപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചേർത്ത് പിടിക്കാൻ. നിങ്ങൾ അമ്മമാരും അപ്പന്മാരും ഒക്കെ, സ്നേഹമുള്ള അമ്മമാരും അപ്പന്മാരും ചെയ്യുന്ന അതേ പണി. എന്ത് പണിയാണെന്നറിയാമോ? കൊച്ചു കുഞ്ഞുങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, പ്രസവിച്ച് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരുടെ അപ്പിയിടുകയും അവരുടെ മൂത്രത്തിലൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. നമ്മളെ കൊച്ചിനെ കളയുമോ? അതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഉമ്മയും കൊടുത്തതിന് പൗഡർ ഇട്ടതിന് താലോലിക്കുന്നത് പോലെ പോരായ്മയുള്ള മനുഷ്യനെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് കഴുകിയെടുത്താൽ, ആത്മാവിലൊന്ന് കഴുകണമെന്നേ. ഈ മനുഷ്യനെ ഈ കുറവോടെ ഞാൻ ചേർത്ത് പിടിക്കുന്നു, ഈ ഭാര്യയെ ഈ കുറവോടെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു ഒന്ന് ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ, വലിയ സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയാ. സഹനങ്ങളിലേക്ക് നോക്കി കരയല്ലേ, സഹനം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നു. ഭൗതികമായ ഇല്ലായ്മകളെല്ലാം നിന്നെ ദൈവത്തോട് അടുപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, സമ്പത്ത് മോശമൊന്നുമല്ല, നല്ലത് തന്നെ. പക്ഷേ സമ്പത്ത് കൂടിയ കുഴപ്പമാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവനതാ. വിദ്യാഭ്യാസം നല്ലതാ, വിദ്യാഭ്യാസം കൂടി വന്നിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നെങ്കിൽ, ഈ ബുദ്ധി നേരെ നിർത്തിയ ദൈവത്തിന് നന്ദി പറയത്തില്ലെങ്കിൽ അതെല്ലാം ദൈവത്തിൽ നിന്ന് അകലാനുള്ള വഴിയാണ്. അങ്ങനെയാണെങ്കിൽ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവനും വലിയ പണം ഇല്ലാത്തവനും ഒക്കെയാണ്
വലിയ നന്മയായി ജീവിക്കേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ഇല്ലായ്മകളെല്ലാം ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നു. നമ്മുടെ സമൃദ്ധിയും സമ്പന്നതയും അറിവിൻ്റെ വലിപ്പവും പലപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിച്ച് നമ്മൾ ദൈവത്തോട് ചേർന്ന് എന്ത് തന്നാലും ദൈവം തന്നു എന്ന് പറയാൻ ഒരു മനുഷ്യൻ സാധിക്കുന്നെങ്കിൽ മാത്രം ജീവിതം വലിയ ദൈവാനുഗ്രഹമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ അടുത്ത കാലത്ത് ഒരു പാട്ട് എഴുതി, കുറച്ച് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്: കർത്താവെന്നെ സുഖപ്പെടുത്തിയില്ല, എങ്കിലും ഇന്നവൻ ബലപ്പെടുത്തി എന്നെ. ഹല്ലേലൂയാ. കർത്താവെന്നെ സുഖപ്പെടുത്തിയില്ല, എങ്കിലും ഇന്നവൻ ബലപ്പെടുത്തി എന്നെ. കരുതലോടെ കാക്കുന്നവൻ, കരുണയോടെ നോക്കുന്നവൻ, നിത്യജീവൻ എനിക്കായി നൽകിടും ദൈവം. കർത്താവെന്നെ സുഖപ്പെടുത്തിയില്ല, എങ്കിലും ഇന്നവൻ ബലപ്പെടുത്തി എന്നെ. ഹല്ലേലൂയാ. നിത്യജീവൻ നൽകിടുവാൻ കാൽവരിയിൽ മരിച്ചവൻ പാപി എന്നെ വീണ്ടെടുത്തല്ലോ. തൻ ശരീര രക്തങ്ങൾ എനിക്കായി നൽകാൻ കുർബാനയായി തീർന്നവൻ. കർത്താവെന്നെ സുഖപ്പെടുത്തിയില്ല, എങ്കിലും ഇന്നവൻ ബലപ്പെടുത്തി എന്നെ. കരുതലോടെ കാക്കുന്നവൻ, കരുണയോടെ നോക്കുന്നവൻ, നിത്യജീവൻ എനിക്കായി നൽകിടും ദൈവം. കർത്താവെന്നെ സുഖപ്പെടുത്തിയില്ല, എങ്കിലും ഇന്നവൻ ബലപ്പെടുത്തി എന്നെ. ഹല്ലേലൂയാ. നിത്യതയിലെത്തുവോളം എന്നെ സഹായിക്കാൻ ആത്മാവെ നൽകിയല്ലോ. അന്ത്യമാം വിധിക്കായി വാനമേഘേ വരുമ്പോൾ നാഥനൊപ്പം ചേർന്നിടും ഞാൻ. കർത്താവെന്നെ സുഖപ്പെടുത്തിയില്ല, എങ്കിലും ഇന്നവൻ ബലപ്പെടുത്തി എന്നെ. കരുതലോടെ കാക്കുന്നവൻ, കരുണയോടെ നോക്കുന്നവൻ, നിത്യജീവൻ എനിക്കായി നൽകിടും ദൈവം. കർത്താവെന്നെ സുഖപ്പെടുത്തിയില്ല, എങ്കിലും ഇന്നവൻ ബലപ്പെടുത്തി എന്നെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് സുഖപ്പെട്ടാലും സുഖപ്പെട്ടില്ലെങ്കിലും ചിലതിനെയൊക്കെ സുഖപ്പെടുത്തും, അല്ലാത്തതിനെ അവൻ ബലപ്പെടുത്തും. ചിലതിനെയൊക്കെ അവൻ സുഖപ്പെടുത്തും, കാരണം അവൻ ജീവിക്കുന്നു, അവൻ എന്നും പ്രവർത്തിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ സൗഖ്യപ്പെടുത്താൻ കഴിവുണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും പലതുവരെയും സുഖപ്പെടുത്തും. ചിലരെയൊന്നും സുഖപ്പെടുത്തത്തില്ല, അതിനെ കർത്താവ് ബലപ്പെടുത്തും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ നമ്മുടെ കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് ദൈവത്തിന് നന്ദി പറയണം. കാരണം ബോധത്തോടെ ഉണരുവാനും ആരോഗ്യത്തോടെ ജീവിക്കുവാനും ഈ ദിവസത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ ജീവിത ബലിക്കായി ഒരുങ്ങുമ്പോൾ, ജീവിത ബലി ഓരോ ദിവസവും അർപ്പിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും പള്ളിയിൽ പോണ മനുഷ്യന് ഞാൻ കുർബാന ഒരിക്കലും മുടക്കാറില്ല. ഒരു 7 വർഷമായിട്ട് ഒരിക്കൽ പോലും മുടക്കാറില്ല. അല്ലെ പിന്നെ ഞാൻ ആശുപത്രിയിലായി പോകണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം എല്ലാ ദിവസവും വെളുപ്പിനെ ഒരു 5:30, 5:45 എൻ്റെ വീൽ ചെയർ ഓടി റോഡിലിറങ്ങും. അവിടുന്ന് അടുത്തുള്ള പള്ളിയാണെങ്കിൽ സമയം പോലെ അടുത്തുള്ള പള്ളിയിൽ അവിടെ പോകും, അല്ലെങ്കിൽ മെട്രോ കയറി ദൂരെ പോയി ഈ വീൽ ചെയർ പോയി ഇറങ്ങി അവിടുത്തെ പള്ളിയിൽ ബലിയർപ്പിക്കാതിരിക്കുന്നൊരു രാവിലെ പോയില്ലേ വൈകിട്ട് പോകും.
അപ്പം എല്ലാവരും എന്നോട് ചോദിച്ചു, ഈ മഴയും കാറ്റും ഒക്കെയാണ് ഇത്രയും വയ്യാത്ത നീ എന്തിനാ പോണേ? ഞാൻ പറഞ്ഞു, കത്തോലിക്ക സഭയുടെ പള്ളികളിൽ എല്ലാ ദിവസവും കുർബാന എന്തിനാ അർപ്പിക്കുന്നേ? നമുക്ക് വേണ്ടിയല്ലേ. ആരോഗ്യമുള്ളപ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, ആരോഗ്യമില്ലാത്തപ്പോൾ കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊള്ളും. ഹല്ലേലൂയ. റോമാലേഖനം 5:3 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ കഷ്ടതയിലും നമ്മൾ അഭിമാനിക്കുന്നു. നമ്മുടെ കഷ്ടതയിലും നമ്മൾ ഭൂമിയിൽ ബൈബിളിൽ വേറെ ഒരു കഷ്ടതയിൽ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന വേറൊരു പുസ്തകവുമില്ല. മറ്റുള്ള മതങ്ങളുടെ മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് കഷ്ടത, സഹനം, സങ്കടം, പരാജയങ്ങളെല്ലാം എന്തോ ആരൊക്കെയോ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്, പൂർവികരുടെ കുഴപ്പമാണ്. പൂർവികരുടെ ഒന്നും പാപം നമ്മുടെ തലയിൽ വരത്തില്ല. പിന്നെ അപ്പനപ്പൂപ്പന്മാരെ പറ്റി ഓർക്കുന്നെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ബലി അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ ഉത്തരവാദിത്വം. കാരണം നമ്മുടെ തലമുറ മുഴുവൻ ചെയ്ത പാപം എല്ലാം കൂടെ നമ്മുടെ തലയിൽ ഇടാനാണ് ദൈവം നീതിമാനാണോ? അവൻ നമ്മുടെ തലയിൽ ഇടുകയല്ല, നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ കണക്ക് തീർത്തിട്ടേ പോകാവുള്ളൂ. അപ്പം നമ്മളുടെ ജീവിതം ദൈവം തന്നതാണ്, അവനോട് ചേർന്ന് ജീവിക്കാനുള്ളതാണ്. അങ്ങനെ അവനോട് ചേർന്ന് ജീവിക്കുന്നവരാരും അത്ര സുഖത്തിലല്ല ജീവിക്കുന്നത്. സുഖവും ദുഃഖവും ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാ. ഇന്നലെ ഞാനൊരു പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും വലിയ സഹനദാസിയായി സഹനപുത്രിയായി നിൽക്കുന്ന പേരെന്നെ മറന്നുമല്ലോ. അപ്പം ആ കന്യാസ്ത്രീക്ക് ഒരു കുമ്പസാരക്കാരനായ പുരോഹിതനുണ്ടായിരുന്നു. പുരോഹിതൻ മഹാവിശുദ്ധനായ ഒരു പുരോഹിതൻ. പക്ഷേ ഈ പുരോഹിതന് സഹനത്തോട് സഹനം വന്നപ്പം ഈ കന്യാസ്ത്രീ ഈശോയോട് ചോദിച്ചു, ഇതെന്ത് പണിയാ, എന്തൊരു വിശുദ്ധനായി ഈ പുരോഹിതൻ, എന്നിട്ട് എന്തിനാ ഇത്രയേറെ സഹനം ഈ പുരോഹിതന് കൊടുക്കുന്നത്? ഈശോ പറഞ്ഞു, അവനെ കൊണ്ട് മാത്രമേ ഒരുപാട് ആത്മാക്കളെ സ്വർഗത്തിൽ പറ്റത്തുള്ളൂ. അവൻ്റെ സഹനങ്ങളെല്ലാം അനേകം ആത്മാക്കളുടെ മോചനദ്രവ്യമായി ഞാൻ സ്വീകരിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിൽ വരുമ്പോൾ ഒരു കൂട്ടം ആത്മാക്കളെ കൂടെ അവൻ കൊണ്ടുവരും. ഒരപ്പനും അമ്മയ്ക്കും കിട്ടിയേക്കുന്ന ദൈവവിളി അതാണ് കേട്ടോ. ഒരപ്പനും സ്വർഗത്തിൽ ഒറ്റയ്ക്ക് പോവില്ല, അമ്മയും പോവില്ല. അപ്പനും അമ്മയും പോയാൽ മക്കൾ പോകും. അപ്പനും അമ്മയും പോയാൽ മക്കൾ മാത്രമായിരിക്കില്ല പോണ, കൂടപ്പിറപ്പുകൾ പോകും. നമ്മളുടെയൊക്കെ ജീവിതം കൊണ്ട്, നമ്മളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട്, നമ്മളുടെയൊക്കെ സഹനം കൊണ്ട്, നമ്മളുടെ പരാജയങ്ങൾ ക്രിസ്തുവിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും നിരവധി ആത്മാക്കളുടെ മോചനദ്രവ്യമായി മാറുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാലേഖനം 5:3 പറയാം, നമ്മുടെ കഷ്ടതയിൽ നമ്മൾ അഭിമാനിക്കുന്നു. കഷ്ടത സഹനശീലം നൽകുന്നു. കഷ്ടത സഹനശീലം നൽകുന്നു. നമുക്കറിയാം, നമ്മൾ ഓർക്കാപ്പുറത്ത് പല സങ്കടങ്ങളും സഹനങ്ങളും രോഗങ്ങളും വന്ന് പെടുന്നത്. ആദ്യം ഇത് സ്വീകരിക്കാൻ പറ്റുകയില്ല. കുറെ കഴിയുമ്പോൾ നമ്മളിത് തള്ളാൻ തുടങ്ങി, ഇത് വേണ്ട എന്ന് പറയും. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറുന്നില്ല. കുറെ നാൾ ആ അവസ്ഥയിൽ സഹിച്ചു കഴിയുമ്പം ആ സഹനത്തിൽ നമ്മൾ പദം വരും. പിന്നെ പരാതി അങ്ങ് അവസാനിപ്പിക്കും. വേദന മാറിയില്ല, അല്ലെങ്കിൽ പ്രശ്നം മാറിയില്ല, എന്നാലും നമ്മൾ ജീവിക്കാൻ തുടങ്ങും. കഷ്ടത നമുക്ക് സഹനശീലം നൽകുന്നു. സഹനശീലത്തിൽ നിന്നൊരു ആത്മധൈര്യത്തിലേക്ക്, എടാ ഇത്രയും നെഞ്ചുമോല് തളർന്നു പോയിട്ട് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ, നമുക്ക് ഇനിയും ജീവിക്കാൻ പറ്റും, ദൈവം സഹായിക്കും, ഞാൻ അങ്ങനെ ജീവിക്കുമെന്ന പ്രത്യാശയോടെ ജീവിക്കാൻ സാധിച്ചു. ആത്മധൈര്യം. ഈ ലോകം മുഴുവൻ ഓടി നടക്കുന്ന ഒറ്റയ്ക്കാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കാറും എടുത്തുകൊണ്ട് ഇറങ്ങുമ്പം പലരും എന്നോട് ചോദിക്കും, ഒറ്റയ്ക്ക് പോയാൽ ഇതിൻ്റെ ടയർ പഞ്ചറായ എന്നെ അടിക്കും. ഞാൻ പറഞ്ഞു, ടയർ പഞ്ചറായ എനിക്ക് ആളെ തരും. ഈയിടെ മെട്രോയെ കയറി യാത്ര ചെയ്യുമ്പോൾ ഒരു ലേഡി എന്നോട് ചോദിച്ചു, ചേട്ടാ ഒറ്റയ്ക്കേ ഉള്ളോ? ഞാൻ പറഞ്ഞു, അല്ല ചേട്ടൻ്റെ കൂടെ ആളെയും കണ്ടില്ല. ഞാൻ പറഞ്ഞു, ദൈവം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ ദൈവം ഇപ്പോൾ എല്ലായിടത്തും ഇല്ലേ, എല്ലാവരുടെയും കൂടെ ഇല്ലേ, ചേട്ടൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അതല്ല. എന്നിട്ട് ആ ചേച്ചി ചോദിച്ചെങ്ങനാ, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആരും സഹായിക്കും. അപ്പം ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചേ, എനിക്കിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യമാണ്, നിങ്ങൾ സഹായിക്കുമോ? അവർ പറഞ്ഞു 100% സഹായിക്കും. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ അതിനെ ഞാൻ ആളെ കൊണ്ട് നടക്കുന്നത്? നമ്മളൊക്കെ നടക്കുന്ന വഴിയിൽ നമ്മളെ പരിപാലിക്കുന്ന ദൈവമുണ്ടെന്ന് നമ്മൾ അറിയാത്തൊരു വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടാണ് ഒറ്റയ്ക്ക് നമ്മൾ പലയിടത്തും പോകുന്നത്. വിദേശങ്ങളിലേക്ക് ജോലിക്ക് പോകുന്ന നമ്മുടെ മക്കൾ ആരെ പ്രത്യാശ വെച്ചുകൊണ്ടാണ് പോണേ? അവിടെ അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, പരിചയക്കാരില്ല, ഭാഷ പോലും അറിയാത്ത നാട്ടിലേക്ക് അന്നം തേടി പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ
അവരുടെ ഉള്ളിൽ അവരറിയാത്തൊരു വിശ്വാസമുണ്ട്, ഈ പോകുന്ന വഴി ദൈവം എന്നെ പരിപാലിക്കും. ഹല്ലേലൂയ. കഷ്ടത സഹനശീലം നൽകുന്നു, സഹനശീലം ആത്മധൈര്യം നൽകുന്നു, ആത്മധൈര്യത്തിൽ നിന്ന് പ്രത്യാശ ലഭിക്കുന്നു. എന്താണ്? കുഴിമാടം കൊണ്ട് അവസാനിക്കുമല്ലോ കഷ്ടത, കുഴിമാടം കൊണ്ട് അവസാനിക്കുമല്ലോ കഷ്ടത. അതിനപ്പുറത്തേക്ക് എനിക്ക് ചിറകടിച്ച് പറന്നുയരാൻ എൻ്റെ ദൈവസന്നിധി ഉണ്ടല്ലോ, എനിക്കൊരു ദൈവമുണ്ടല്ലോ, എന്നെ സ്വർഗത്തിൽ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ പ്രത്യാശയിലേക്കാണ് ക്രിസ്ത്യാനി വളരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടം കൊണ്ട് അവസാനിക്കാത്ത ജീവിതമാണ് ക്രിസ്ത്യ. ആ കർത്താവിൻ്റെ ചങ്കിൽ, ആ കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുപറ്റി എല്ലാ വീടുകളിലുമുണ്ട് ഒരു ബലിമൃഗം. ഉണ്ടോ? എല്ലാ വീടുകളിലുമുണ്ട്. നിങ്ങളത് ചിന്തിച്ച് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ സഹിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവും. അത് ആരോഗ്യത്തിലാകാം, സമ്പത്തിലാകാം, കുറ്റപ്പെടുത്തലിലാകാം, ഒറ്റപ്പെടുത്തലിലാകാം, ഒക്കെ പൊട്ടൻ മണ്ടൻ എന്നൊക്കെ വിളിക്കുന്നതൊക്കെ ആ ഒരു ബലിമൃഗം പോലാ. പക്ഷേ ആ കുടുംബത്തിലെ ആൾക്കാർ സ്വർഗത്തിൽ കയറണമെങ്കിൽ അവൻ്റെ സഹനത്തിലൂടെ അവൻ്റെ കുടുംബത്തിലുള്ള സകല എണ്ണത്തിനെയും അവൻ സ്വർഗത്തിൽ കൊണ്ടുപോകും. പാവം, അവനും ഇതറിയുന്നില്ല. അവൻ വഴിയാണ് ഞാൻ സ്വർഗത്തിൽ കയറുന്നതെന്ന് നമുക്കും ഇതറിയില്ല. വലിയ പദ്ധതിയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. എനിക്ക് നിന്നെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. നാശത്തിനല്ല ക്ഷേമത്തിന് ഒരുക്കിയിരിക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ അനേകം ആത്മാക്കളുടെ മോചന ദ്രവ്യമായി നിങ്ങളും ഞാനും മാറുന്നു. അതുകൊണ്ടാണ് നമ്മുടെ സഹനം. നമ്മുടെ അയ്യോ നശിച്ച ജീവിതം, മുടിഞ്ഞ ജീവിതം ഒരിക്കലും പറയല്ലേ, ഒരിക്കലും പറയല്ലെന്നേ. ഞാൻ പറയട്ടെ, ഞാനും ആദ്യം നിങ്ങളെപ്പോലെ തന്നെ, നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് പരാതി പറഞ്ഞ മനുഷ്യനാണ്. പക്ഷേ കുറെ കാര്യങ്ങൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടി. ഈ സഹനങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സമർപ്പിക്കാൻ സാധിക്കാൻ തുടങ്ങി. അതോടുകൂടി എൻ്റെ അസ്വസ്ഥതയിലും എനിക്ക് സ്വസ്ഥത കിട്ടാൻ തുടങ്ങി. കാരണം കർത്താവ് സഹിച്ചുകൊണ്ട് ക്ഷമിച്ചു, ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടവൻ മരിച്ചു. സഹിച്ചുകൊണ്ടവൻ ക്ഷമിച്ചു, ക്ഷമിച്ചുകൊണ്ടവൻ പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടവൻ മരിച്ചു. അങ്ങനെ മരിച്ചപ്പോൾ വന്നതും വന്നിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യവർഗത്തെയും സാത്താൻ്റെ കരങ്ങളിൽ നിന്ന് വാങ്ങി പിതാവിൻ്റെ കരങ്ങളിൽ അവൻ ഏൽപ്പിച്ചു, അവൻ തൻ്റെ മരണത്തിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പനായ നീ, അമ്മയായ നീ, കൂടപ്പിറപ്പായ നീ, നിന്റെ ജീവിതത്തിലൂടെ മറ്റൊരാത്മാവിനെ കൂടെ നേടാൻ വേണ്ടി ദൈവം വിളിച്ചിരിക്കുന്നു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, പൗലോസ് 5:5 പറഞ്ഞു വച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ 3 മുതൽ തുടങ്ങുന്ന എങ്ങനെയാണ്? നമ്മുടെ കഷ്ടതയിലും നമ്മൾ അഭിമാനിക്കുന്നു. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യവും പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടവരാണ് നമ്മൾ. അപ്പോൾ ദൈവനിഷേധത്തിൽ പറ്റിപ്പോയ അബദ്ധങ്ങളും അപകടങ്ങളും ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് വിശുദ്ധരായി വളർന്നു വരുവാനുള്ളവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാണ്. നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നവരല്ല, നമ്മൾ സ്വീകരിക്കപ്പെടുന്നവരാ. നമ്മുടെ ഒരു യോഗ്യതയും കൊണ്ട് സ്വർഗത്തിൽ പോകാനൊക്കത്തില്ലെന്നേ. നമ്മുടെ അനുതാപത്തോടെയുള്ള ഒരു ഏറ്റുപറച്ചിൽ, അതിനുശേഷം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ആ വലിയ അഭിഷേകം കൊണ്ടാണ് നമുക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. നിരാശപ്പെടണോ? എല്ലാവരും ചോദിച്ചു, കുഞ്ഞുമോൻ്റെ കുടുംബത്തെ ആര് നോക്കും? 3 കൊച്ചു കുഞ്ഞുങ്ങൾ, 12 വയസ്സ്, 10 വയസ്സ്, 2.5 വയസ്സുള്ള 3 പെൺകുഞ്ഞുങ്ങൾ. ഒരു കൊച്ചു വീട് മാത്രമുണ്ട്. വരുമാന മാർഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അപ്പൻ്റെ നടുവ് തന്നെയല്ല, എൻ്റെ കുടുംബം ഒരു ഭീകരമായ സഹനത്തിൻ്റെ കുടുംബമാണ്. ഒരു ചേട്ടൻ വീട്ടിലുണ്ടായിരുന്ന ഒരു തെങ്ങ കയറിയതാണ്, കൈവിട്ടു പോയി. ചേട്ടൻ താഴെ വീണ് മരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അനിയൻ്റെ നടുവൊടിഞ്ഞു, എൻ്റെ നടുവൊടിഞ്ഞു, ഞാൻ പെരയ്ക്കകത്തായി. പിന്നെ നമ്മുടെ വണ്ടി ഇടിച്ചൊരു സ്ത്രീ മരിച്ചു. അങ്ങനെ ഘോഷയാത്രയായിട്ടാണ് സഹനം കയറി വരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ മുടിഞ്ഞ കുടുംബം, നശിച്ച കുടുംബം. ഒരുപാട് സഹനമുള്ള കുടുംബത്തെ പറ്റി നാട്ടുകാരെന്താ അഭിപ്രായമാണ് പറയുന്നത്? ഈ കുടുംബം ഒരു ശാപം കിട്ടിയ കുടുംബമാണ്. അയ്യോ, എന്നോടും പലരും ചോദിച്ചാടാ ഇതാര് ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ അറിയത്തില്ല.
എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാനിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ജീവിതത്തിൻ്റെ മുഴുവൻ തകർച്ചകളും വലിയ ഭാഗ്യമാണെന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രസംഗിക്കത്തില്ല, കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ പ്രസംഗിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ച 3 കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നന്നായി പ്രാർത്ഥിക്കുന്നു, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നു, അതുപോലെ തന്നെ 3-ാമത്തെ പാപം കുറഞ്ഞിരിക്കുന്നു. ഈ 3 അവസ്ഥയെപ്പറ്റി പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇത് സത്യമാണോ? ഞാൻ പറഞ്ഞു സത്യമാണ്. അങ്ങനെയാണെങ്കിൽ സഹനങ്ങളും സങ്കടങ്ങളും വലിയ തകർച്ചകളും ഒക്കെ വലിയ ഭാഗ്യമാണെന്ന് പറയടാന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിലെ നന്മകളും പോരായ്മകളും വീഴ്ചകളും ഒന്നും ദൈവം അറിയാതെയല്ല, ദൈവം അനുവദിച്ചിട്ട് വരുന്നതാണ്. ഹല്ലേലൂയാ. യോബിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവാദം കൊടുക്കുകയാണ്. ആദ്യം ദൈവിക സംരക്ഷണം എടുത്തു മാറ്റി, പിന്നെ മക്കൾ പോകുന്നു, സമ്പത്ത് പോകുന്നു, എല്ലാം കഴിഞ്ഞ് ആരോഗ്യം പോയപ്പോഴും അദ്ദേഹം പറഞ്ഞു, തന്നത് ദൈവം, തിരികെ എടുത്തതും ദൈവം. അങ്ങനെ പറഞ്ഞ് ആ മനുഷ്യന് ദീർഘായുസ് കൊടുക്കുന്നു. നഷ്ടങ്ങളെല്ലാം മാറി. നമുക്കിവിടെ ദീർഘായുസ് ഒന്നും ഈ ഭൂമി വേണ്ടെന്നീ, ദൈവം തരുന്നത് വാങ്ങിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു പോവുക. നിത്യവാസം അവനോടൊപ്പം ആകുവാൻ വിളിക്കപ്പെട്ടവൻ്റെ പേരാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നമുക്ക് ജീവിതം, ഞാനൊരു കാര്യം പറയും, ഒരുപാടൊന്നും അറിയുക എന്നുള്ളതിൽ കാര്യമില്ല, അറിഞ്ഞതിൽ ജീവിക്കുക എന്നുള്ളതാണ് ഭാഗ്യം. അറിഞ്ഞതിൽ ജീവിക്കുക. കർത്താവിനെ കണ്ടെങ്കിൽ, കർത്താവിനെ മനസ്സിലാക്കിയെങ്കിൽ, കർത്താവിനെ അറിഞ്ഞെങ്കിൽ അവനോട് ചേർന്ന് ജീവിക്കുക. ദൈവഭയത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഓരോ മനുഷ്യനും ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ദൈവം സമ്പത്ത് തന്നു, നീ ആ സമ്പത്ത് കൊണ്ട് അഹങ്കാരം കാണിച്ച് കള്ളും കുടിച്ച് നിൻ്റെ ശരീരവും കളഞ്ഞ് പേരും പോയി പ്രശസ്തിയും പോയി എല്ലാ നാണക്കേടിലും കൂടെ നീ പോകുമ്പോൾ നിൻ്റെ ദൈവത്തിൻ്റെ ഒരു കരച്ചിലുണ്ട്. ഞാൻ ഇവൻ ഈ കാശ് കൊടുത്തത് അവൻ്റെ കുടുംബം നോക്കാനും അതുപോലെ തന്നെ ആ കാശ് കൊണ്ട് അവന് മറ്റു പലർക്കും നന്മ ചെയ്യാനും, അങ്ങനെ നന്മ ചെയ്ത് ഞാൻ കൊടുത്ത പണത്തിൻ്റെ ദൈവിക മൂല്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി അവർക്കും അയൽവക്കക്കാർക്കും അല്ലെ വയ്യാത്തവർക്കും സ്വസ്ഥതയും സമാധാനവും കൊടുക്കാൻ ഞാൻ ഇവന് ഈ കാശ് കൊടുത്തിട്ട് അയ്യോ ഇവൻ എന്താ ഈ കാണിക്കുന്നത്, ആർഭാടവും ധൂർത്തും മദ്യപാനവും അതുപോലെ ജഡിക തിന്മകൾക്കൊക്കെ അടിമപ്പെടുമ്പോൾ തമ്പുരാന്റെ ഒരു കരച്ചിലുണ്ട്. ദൈവത്തെ കരയിക്കരുത് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കരയിക്കരുത്. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയട്ടെ, 3 പെൺകുഞ്ഞുങ്ങളെ കണ്ടിട്ട് ലോകം പലതും പറഞ്ഞു. ഇന്ന് ദൈവത്തിൻ്റെ അനന്തമായ കരുണയാൽ എല്ലാവർക്കും വലിയ വിദ്യാഭ്യാസം ഒന്നും കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. എങ്കിലും മൂത്ത മകള് അവൾ ഇന്നൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. 2ാമത്തെ മകള് എറണാകുളത്തൊരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 3ാമത്തെ മകള് ഇപ്പോൾ എയർ ഹോസ്റ്റസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എന്നോട് എല്ലാവരും ചോദിച്ചു കുഞ്ഞുങ്ങളെ ആര് വളർത്തും? ഞാൻ പറഞ്ഞു എനിക്ക് മക്കളെ തന്ന ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ മക്കളുടെ പുറകെ ഓടാൻ ആരോഗ്യമില്ലാതാക്കി നീ എന്നെ എൻ്റെ പെരക്കകത്തിരുത്തിയിരിക്കുക. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ അവർ പോണ വഴി അവർക്ക് വേണ്ടി പ്രവർത്തിച്ച് അവരെ സംരക്ഷിച്ചു കൊള്ളണം, അവർക്ക് വേണ്ടുന്നത് കൊടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉള്ളതിലൊന്നും ഊറ്റം കൊള്ളരുതേ. ദൈവം തന്നതാണെന്ന് പറഞ്ഞ് നന്ദിയോടെ ജീവിക്കുമ്പോഴെല്ലാം അത്ഭുതം പോലെ നമ്മളുടെ ജീവിതം സുവിശേഷമായി മാറും. കഷ്ടതയിലും കഷ്ടപ്പാടിലും നമ്മൾ ദൈവസ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കുമ്പം നാട്ടിലെ വിജാതിയർ പറയും, ആ ചേട്ടനെ നോക്കി, ആ ചേച്ചിയെ നോക്കി, അല്ലെ ആ കുടുംബത്തെ ഒന്ന് നോക്കി, എല്ലാവരും പറഞ്ഞ് തകർന്നു പോയെന്നേ. അവരിപ്പോഴും സമാധാനത്തോടെ ജീവിക്കുന്നു. ഒരുപാട് കിട്ടുന്നതിൽ ഒരർത്ഥവുമില്ല, പക്ഷെ കയ്യിൽ കിട്ടിയത് വിവേകത്തോടെ ഉപയോഗിക്കുന്നതിലാണ് അർത്ഥം കണ്ടെത്തേണ്ടത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ജീവിതമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതം. ഈശോയ്ക്ക് കാലുത്തൊഴുത്ത് കിട്ടിയപ്പോൾ അവന് പരാതിയില്ല, വല്ലവൻ്റെയും കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ അവന് പരാതിയില്ല. മറ്റുള്ള വീടുകളിൽ നിന്ന് കിട്ടുന്നതൊക്കെ കഴിച്ച് പാവങ്ങളോടൊപ്പം ജീവിച്ച് അവൻ തൻ്റെ ജീവിത ബലി പൂർത്തിയാക്കി മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുമ്പോൾ അത് നമുക്ക് മോഡലായി നമ്മൾക്ക് മുൻപിൽ വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്നവളോടും അതുപോലെ മഹാരോഗികളായി കഴിഞ്ഞവരോടുമൊക്കെ അവൻ എന്തൊരു കാരണം. ഞാൻ ചോദിക്കട്ടെ, ഒരു കുഷ്ഠരോഗിയുടെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റുമോ ഈശോയുടെ സ്നേഹത്തോടെ?
ഒരു മാനസിക രോഗിയായിട്ട് ഞാൻ കുറേ നാൾ ഒരു മാനസിക രോഗികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കുറേ നാൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറയും, സത്യത്തിൽ അവരെയൊക്കെ സ്നേഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, സാധാരണ മനുഷ്യനെ സ്നേഹിച്ചാൽ കിട്ടുകയല്ല. ഒത്തിരി ബലഹീനതകളും പോരായ്മകളും, ചിലപ്പോൾ ചീത്ത പറയും, ചിലപ്പോൾ തല്ലാൻ വരും, ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ, സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കും. അതുങ്ങളൊക്കെ വന്ന് എൻ്റെ ഈ വീൽ ചെയറിൻ്റെ പടിയെ കയറിയിരിക്കും. ഞാൻ ഇതിലൊന്ന് ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞു, വാടാ ഇരിക്കേ. എന്തൊരു സ്നേഹമാണെന്നറിയാമോ? നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോപ്പിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. കാരണം ഉള്ളിൽ പരിശുദ്ധാത്മാവ് കത്തുന്ന, ജ്വലിക്കുന്ന, പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ്റെയും അയാളുടെ മുഖത്ത് നോക്കിയാൽ, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം ഇയാളുടെ ഉള്ളിൽ ആരാ വസിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ആത്മാവാണെങ്കിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും, സ്നേഹത്തിലുള്ള പെരുമാറ്റമുണ്ടാകും. ഇതൊന്നും അല്ല എങ്കിലോ അധികാരത്തിൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെയൊക്കെ ജീവിതം കണ്ടാൽ പറയാന് സ്വർഗത്തിൽ പോകാൻ ഭയങ്കര എളുപ്പമാണ്, നരകത്തിൽ പോകാൻ ഭയങ്കര പാടാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ക്ലാസ് എടുക്കുന്ന ഒരു കന്യാസ്ത്രീകൾക്കായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകാനാണോ നരകത്തിൽ പോകാനാണോ എളുപ്പം? സിസ്റ്റർമാരെല്ലാം കൂടെ പറഞ്ഞു നരകത്തിൽ പോകാനാണ് എളുപ്പം. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെ പറയണോ അത്? ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു നിങ്ങളോട് നരകത്തിൽ പോകാൻ എളുപ്പമാണെന്ന്? ആരും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യനും ഭൂമി പറഞ്ഞിട്ടില്ല നരകത്തിൽ പോകാൻ എളുപ്പമാണെന്ന്. എന്നാലും നമ്മുടെയൊക്കെ തലയിലിരിക്കുന്ന എന്താ? നരകത്തിൽ പോകാൻ എളുപ്പമാണെന്നാ. ഒരിക്കലും അല്ല കേട്ടോ. നരകത്തിൽ പോകാൻ ഭയങ്കര പാടാ, സ്വർഗത്തിൽ പോകാൻ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാണെന്നറിയാമോ? ഏത് പാപം ചെയ്യണേലും ഭയപ്പെട്ടേ ചെയ്യാനൊക്കത്തുള്ളൂ. കള്ളം പറയണമെങ്കിൽ പേടിയില്ലേ? മോഷ്ടിക്കണമെങ്കിൽ പേടിയില്ലേ? മദ്യപിക്കുമ്പോൾ പേടിയില്ലേ? എന്ത് തിന്മ, നമ്മൾ ഭൗതികമായി എന്ത് നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന എല്ലാ തിന്മകളും നമ്മെ ഭയപ്പെടുത്തുകയും പേടിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. നേരെ മറിച്ചൊരു കൊച്ചു നന്മ ചെയ്ത് നോക്കിയേ. ഉരുണ്ട് വീണ് ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, ഒരാൾക്ക് ഇച്ചിരി കഞ്ഞി കൊടുത്തു, ഒരാളൊരു നല്ല വാക്ക് പറഞ്ഞു. കേൾക്കുന്നവനും പറയുന്നവനും ഒരുപോലെ സമാധാനമാണ്. കർത്താവ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അന്ത്യവിധിയിൽ പറഞ്ഞ ഒരൊറ്റ കാര്യം ഇത് മാത്രമാ. ഈ ചെറിയവരിൽ ഒരുവന് കഞ്ഞി കൊടുത്തില്ലേ, കാപ്പി കൊടുത്തില്ലേ, ഉരുണ്ട് വീണപ്പോൾ പിടിച്ചെണ്ണീപ്പിച്ചില്ലേ, ആരും ഒറ്റയ്ക്കിരുന്ന് വിഷമിച്ചിരുന്നപ്പോൾ നീ ആശ്വാസം പറഞ്ഞു കൊടുത്തില്ലേ, അതുകൊണ്ട് നീ സ്വർഗത്തിൽ കയറി വരാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ വലിയ വലിയ കാര്യമൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് പലതരത്തിലും അവർ പേരെടുക്കാൻ ഈ ലോകത്തിൻ്റെ പേരൊക്കെ കിട്ടും. പക്ഷെ കൊച്ചു കാര്യങ്ങൾ, അതപ്പോൾ നീതിമാന്മാർ കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവേ ഞങ്ങൾ എപ്പോഴാണ് നിനക്ക് കഞ്ഞി തന്നത്, നിനക്ക് കാപ്പി തന്നത്, നിനക്ക് വസ്ത്രം തന്നത്, നിന്നെ ആശ്വസിപ്പിച്ചെന്ന് കർത്താവ് പറയാണ്. അയ്യോ, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്കാണ് ചെയ്തത്. നോക്ക്, സ്വർഗത്തിൽ പോകാൻ വളരെ എളുപ്പമാ. നരകത്തിൽ പോണേ കഷ്ടപ്പെട്ട് പാപം ചെയ്ത് ഭയപ്പെട്ട് ജീവിച്ച് അനുതാപമില്ലാതെ മരിച്ച് നരകത്തിലേക്ക് പോകും. നമുക്കതുകൊണ്ട് വലിയ മനുഷ്യരാകണ്ട, കർത്താവിൻ്റെ കൊച്ചു മനുഷ്യരാകാം. കൊച്ചു മനുഷ്യരെന്ന് പറഞ്ഞാൽ ആത്മാവ് നിറഞ്ഞ മനുഷ്യരാ കേട്ടോ. ദൈവം ഏതവസ്ഥ തരുമ്പോഴും ആ അവസ്ഥയെ സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നിന്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കത്തില്ല. എല്ലാവരും സാധാരണ പറയുന്ന കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കില്ല, നടക്കത്തില്ല. എന്നെ കുഴപ്പമെന്നറിയാമോ? ഞാൻ കർത്താവിൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഇഷ്ടമില്ല, ഞാൻ കൈ വിട്ട് ചോടിപ്പോവും, എൻ്റെ ഇഷ്ടപ്പെട്ട വഴിയേ പോകും. അതുകൊണ്ട് ഞാൻ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങൻ്റെ കയ്യെ പിടിച്ചോണം. കാരണം ഞാൻ അപകടങ്ങളിലേക്കും നാശത്തിലേക്കും പോകുമ്പോൾ അങ്ങനെ പിടിവിടത്തില്ല. മറിച്ച് ഞാനാ പിടിച്ചതെങ്കിൽ ദൈവത്തിൻ്റെ കൈ തട്ടിമാറ്റിയിട്ട് ഞാൻ ഓടും. സഹോദരങ്ങളെ, കർത്താവിൻ്റെ കയ്യിൽ നമ്മുടെ കൈ കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാമെങ്കിൽ അവൻ നടത്തുന്ന വഴിയെ നടക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ ചന്തിക്ക് 3 മുറിവുകളുണ്ട്. ഒരു മാസമേ ആയുള്ളൂ. ഒരു ദിവസം കുറച്ച് അസ്വസ്ഥതകളുണ്ട്, ആശുപത്രിയിൽ ചെന്ന് പറഞ്ഞു 4 ബ്ലോക്കുണ്ട്. 2 സ്റ്റെൻഡ് ഇട്ട് 2 എണ്ണം അവർ സോഡിയമൊക്കെ കുത്തിയിളക്കി വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ എങ്ങനെയായാലും ആശുപത്രിയും വീടുമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക. പക്ഷെ എനിക്ക് പരാതിയൊന്നുമില്ല. സമ്പത്തിൻ്റെ ധാരാളിത്വമില്ല, പട്ടിണിയില്ല. അതുപോലെ ഒത്തിരി സ്നേഹിക്കുന്ന മനുഷ്യർ,
ഒരുപാട് സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് ഒരുപാട് മനുഷ്യരുടെ വേദന കേട്ടിട്ടുള്ള ഒരുപാട് സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് ആരുടെയും സങ്കടം കണ്ടാൽ വിഷമമില്ല. എന്നറിയാമോ? കർത്താവ് ആളെ വെട്ടിയൊരുക്കിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് ആഞ്ഞിലി മരം വെട്ടി പെരയുടെ കട്ടളയ്ക്കായിട്ട് അത് അറുത്ത് മുറിക്കുമ്പം അയ്യോ എന്നെ മുറിക്കല്ലേ മുറിക്കല്ലേ എന്ന് പറഞ്ഞാൽ കട്ടളയാവുമോ? ഇല്ല. അത് നട്ടുവളർത്തിയവൻ വെട്ടിമുറിച്ച് അത് അവൻ ആഗ്രഹിക്കുന്ന ഉപകരണമാക്കുന്നത് പോലെ ഭൂമിയിൽ നമ്മെ അയച്ച ദൈവം നമ്മെ വെട്ടിയൊരുക്കി സ്വർഗത്തിന് ചേരുന്ന പരുവത്തിലേക്ക് എൻ്റെയും നിന്നെയും ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ സത്യം തിരിച്ചറിഞ്ഞാൽ പിന്നെ പൗലോസ്ലീഹ തൻ്റെ സഹനത്തെപ്പറ്റി പറയുന്നൊരു ഭാഗമില്ലേ? ഏത് സഹനത്തിനായി എൻ്റെ കർത്താവിൽ നിന്ന് എന്നെ അകറ്റുക? ആപത്തോ വാളോ പട്ടിണിയോ നഗ്നതയോ കഷ്ടതയോ ഇവയ്ക്കൊന്നിനും എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റുകയില്ല. അവസാനം പറഞ്ഞില്ലേ, ഹേ മരണമേ നിന്റെ വിജയം എവിടെ, നിന്റെ വിഷമുള്ളെവിടെ? മരണത്തിന് പോലും എൻ്റെ കർത്താവിൻ്റെ ആയിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്: ജീവിച്ചാൽ കർത്താവിൻ്റെ കൂടെ ഈ ലോകത്ത് അവന് വേണ്ടി ജീവിക്കും, മരിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മടിയിലിരിക്കും. ഇതായിരുന്നു പൗലോസ്ലീഹയുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്താണ്? പോയല്ലോ നഷ്ടപ്പെട്ടല്ലോ ഇങ്ങനെ പറയല്ലേ. ദൈവം തരുമ്പോൾ കൈ കിട്ടുന്നു, ദൈവം അനുവദിക്കുമ്പോൾ നമ്മുടെ കൈ ഇന്ന് പോകുന്നു. കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കാനാണ്. സഹോദരങ്ങളെ, രോഗങ്ങളും സഹനങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. ഈ അടുത്ത സമയത്ത് ഒരു തിരുമേനിയുടെ പ്രസംഗം കേട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: ക്യാൻസർ രോഗികളൊക്കെ വലിയ ഭാഗ്യമുള്ളവരാണ്. ഞാൻ വിചാരിച്ചു, എന്തോ ഒരു കഷ്ടതയായി ഈ ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്നത്. ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നിട്ട് അതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുക. അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയാമോ? ക്യാൻസർ എന്ന രോഗം പിടിപെട്ടാൽ അവസാന നിമിഷം വരെ ബോധമുണ്ടായിരിക്കും ഈ രോഗിക്ക്. ബോധമുള്ളപ്പോഴാണല്ലോ വേദന സഹിക്കാൻ മേലാതെ വരുന്നത്. അപ്പം എന്നിട്ട് ആ തിരുമേനി പറഞ്ഞത് ഇങ്ങനെയാണ്: ബോധമുള്ളത് കൊണ്ട് അവൻ്റെ ജന്മത്തിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ ചിന്തയിലോ ഭാവനയിലോ ബുദ്ധിയിലോ പ്രവൃത്തിയിലോ ചെയ്ത സകല പാപങ്ങളും ഓർത്ത് അനുതപിച്ച് അവൻ്റെ മരണം ഒരു വിശുദ്ധൻ്റെ മരണമാക്കി തീർക്കാൻ സാധിക്കുമെന്ന്. അത് കേട്ടപ്പം, അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഭൂമിയിൽ സകല മാലിന്യങ്ങളും കഴുകി വീണ്ടെടുക്കപ്പെടാൻ തക്ക തരത്തിൽ ഭീകരമായ ആ രോഗത്തിൻ്റെ സഹനം നിന്നെ കൊണ്ട് ചെന്നെത്തിക്കും. അൽഫോൻസാമ്മയുടെ മരണം, കൊച്ചു ത്രേസ്യയുടെ മരണമൊക്കെ ഭീകരമായ സഹനത്തിലൂടെ അവർ പോയി. പിന്നെ ഒരു കാര്യം കൊണ്ടുണ്ട്: നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നത് പോലെ നമുക്ക് സഹനമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കാം. ഇതൊരു ദൈവിക രഹസ്യമാണ്. നമ്മളുടെ സഹനങ്ങളെ പറ്റി പരാതി പറയാതെ ആ സഹനം നമ്മൾ കർത്താവിനോട് പറയണം: കർത്താവേ, എനിക്കിത് പരാതി ഇല്ലാതെ ഈ സഹനം എടുക്കാനുള്ള കൃപ തരണം കേട്ടോ, എനിക്ക് തരണം. അങ്ങനെ കൃപ ലഭിക്കുന്ന മനുഷ്യൻ ആ സഹനം എൻ്റെ ജീവിത പങ്കാളിക്ക്, അതുപോലെ തന്നെ മക്കൾക്ക്, അയൽക്കാർക്ക്, സഹോദരങ്ങൾക്ക്, ഇനി മാതാപിതാക്കളുടെ ഏതെങ്കിലുമൊക്കെ പോരായ്മ, എൻ്റെ അമ്മ അല്ലെ എൻ്റെ അപ്പൻ കള്ളുകൂടിയനായിരുന്നു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ അപ്പൻ്റെ ആ മാനസാന്തരത്തിന് വേണ്ടി, അല്ലെ ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ഞാൻ എൻ്റെ സഹനം കാഴ്ചവെക്കുന്നു എന്ന് പറ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞാനും അത്ഭുതം പോലെ അഭിഷേകം കൊണ്ട് നിറയും. ഹല്ലേലൂയ. ഈ അപ്പം മുടിഞ്ഞ കള്ളുകൂടിയനാണല്ലോ നീ വിചാരിച്ചാൽ നിൻ്റെ ജന്മത്തിൽ നിനക്ക് സ്വസ്ഥതയുണ്ടാവില്ല. അപ്പൻ്റെ ഒരു ബലഹീനതയത്. അതിന് ഞാൻ അപ്പനെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ അപ്പനെ സ്നേഹിച്ചുകൊണ്ട് അപ്പൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുന്ന മകനും മകളുമായി ഞാനും നിങ്ങളും മാറുമ്പോൾ സ്വർഗത്തിന് എന്തൊരു സന്തോഷമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചില്ല, അമ്മ സ്നേഹിച്ചില്ല, കൂടപ്പിറപ്പുകൾ വേണ്ട പോലെ കരുതിയില്ല, സ്നേഹിച്ചില്ല, ജീവിത പങ്കാളി അയാൾ എന്നെ അല്ലെ അവൾ എന്നെ വേണ്ട പോലെ സഹകരിച്ചില്ല, സഹായിച്ചില്ല, ഇങ്ങനെ ഒത്തിരി പരാതി ചുമക്കുന്നൊരു മനുഷ്യരാണ്. മിക്കവാറും എല്ലാ മനുഷ്യൻ്റെയും മനസ്സിൽ അങ്ങനെ ഒരു വലിയ ഡെപ്പോസിറ്റ് കാണും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, ഇന്നത്തെ പരിശുദ്ധ കുർബാനയിലെ കാഴ്ച വസ്തുവായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നോളമുള്ള ആ ചിന്തകളൊന്ന് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചേ. ഞാൻ പറയാം, ഒത്തിരി വേദനയും വിഷമത്തിലും കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി ആ ബലിപീഠത്തിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ ആ കാസയും പീലാസയിലും അപ്പവും വീഞ്ഞും ഒരുക്കുമ്പോൾ ഞാൻ പറയും, ഇന്ന് ഞാനും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വിഷമം വേദനയൊക്കെ ഉണ്ടത് ഞാൻ ഇതൂടെ ആ കാസയിലൊന്ന് ഇടുന്നുണ്ട് കർത്താവേ. അതിനകത്ത് സ്വകാര്യ ദുഃഖങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്.
അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ ആ കാസയിൽ സമർപ്പിച്ച് ബലി അർപ്പിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് കഴിയുമ്പം ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ സ്വതന്ത്രനാകും. എനിക്ക് പിന്നെ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ചിലരോട് പരാതിയും വിഷമമൊക്കെ ഉണ്ട്, അതെല്ലാം മാറും. പക്ഷേ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. എന്താ നാദാ സമർപ്പിക്കുന്നു എന്ന് പറയും, ഇങ്ങോട്ട് സമർപ്പിക്കും, പോകാൻ നേരത്ത് അത് എടുത്തുകൊണ്ടങ്ങ് പോവും. ഒരു സമാധാനം നമുക്കുണ്ടാവില്ല. പരിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായി ഞാൻ പറയട്ടെ, പരിശുദ്ധ കുർബാനയിൽ കർത്താവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. ഈ കുർബാനയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. കാരണം എൻ്റെ ചോദ്യങ്ങൾക്കും എൻ്റെ ഉത്തരങ്ങൾക്കും എൻ്റെ വേദനകൾക്കും എല്ലാം ഉത്തരമാണ് പരിശുദ്ധ കുർബാന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിരാശപ്പെടണോ? ഈ കടം, ഈ കടം, ഈ വേദന, ഈ ദുഃഖം, ഈ ദുരിതം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ജീവിതത്തെ കാണാനോ ആ ഒരവസ്ഥയിൽ പോകാനോ ആണ് ഒരുങ്ങുന്നതെങ്കിൽ അമ്പേ പരാജയമായിരിക്കും. ഈ ലോകത്തുള്ളവയ്ക്ക് വേണ്ടി മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ ലോകത്തുള്ളത് മതി, വീട് മതി, കാറ് മതി, ആരോഗ്യം മതി, ബന്ധങ്ങൾ മതി, ജോലി മതി, പണം മതി എന്ന് പറഞ്ഞ് നീ നടക്കുന്നെങ്കിൽ നീ ഈ ലോകത്ത് ഏറ്റവും വലിയ പരാജയപ്പെട്ട മനുഷ്യനെന്നാണ് പറയുന്നത്. ഈ ലോകത്ത് ഉള്ളവയ്ക്ക് വേണ്ടി മാത്രം, അതിനുവേണ്ടി എന്ത് തിന്മയും ചെയ്യുമെങ്കിൽ ഉറപ്പ് നിന്റെ ജന്മം പരാജയമാണ്. പക്ഷേ സ്വർഗത്തിന് വേണ്ടി നീ ജീവിക്കുമ്പോൾ, അതുകൊണ്ടല്ലേ മത്തായിയുടെ സുവിശേഷം പറഞ്ഞത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചോ, ബാക്കിയുള്ളതെല്ലാം ഒരു വണ്ടിയെ നിന്റെ പുറകെ വന്നോളും. നിനക്ക് വിശപ്പ് തന്ന ദൈവം നിനക്ക് ആഹാരം തരും, ശരീരം തന്ന നിനക്ക് ആവശ്യമായ വസ്ത്രം തരും, അത്യാവശ്യം നിനക്ക് വേണ്ടുന്ന വണ്ടിക്കൂലിയോ അതുപോലുള്ള പണമൊക്കെ ദൈവം തരും. ഇന്ന് എൻ്റെ കൂടെ വന്നപ്പോൾ എൻ്റെ കൂടെ വന്നൊരു സഹോദരൻ എന്നോട് പറയായിരുന്നു, മകളുടെ ഫീസ് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല, 6000 രൂപ വേണം, കൊണ്ടു കൊടുക്കാൻ സമയം കഴിഞ്ഞു. അവസാനം ഒരാൾ വിളിച്ചിട്ട് കുറച്ച് പൈസ കൊടുത്തു, വേറൊരാൾ വിളിച്ചിട്ട് വേറെ കുറച്ച് പൈസ കൊടുത്തു. അവസാനം കൊടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ 4500 ഏതാണ്ട് കൊടുത്തു. ഇനി 1500 കൂടെ കൊടുക്കാനുണ്ട്. അപ്പോഴവിടെ കൗണ്ടറിൽ ഇരുന്ന കന്യാസ്ത്രീ പറഞ്ഞു, 1500 തരണ്ട. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്ക് ഇതാണ്, എൻ്റെ പൊന്നു ബ്രദറെ, ദൈവം നടത്തുന്ന വഴി സമ്പാദ്യത്തിൻ്റെ മെച്ചമൊന്നുമല്ല, പക്ഷേ മുട്ടുകൂടാതെ പരിപാലിക്കുന്ന ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുക, അറിയുക, അവനോട് ചേർന്ന് ജീവിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ ജീവിതം സത്യമായി ഞാൻ ആഘോഷിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ജീവിതം ദൈവം തന്നിരിക്കുന്നു. ഇത് കരഞ്ഞും കൂവിക്കൊണ്ടൊന്നും ഞാൻ പാലാരിവട്ടത്തൂടൊക്കെ ഈ വീൽ ചെയർ റോഡിൽ കൂടെ ചുമ്മാ ഓടി നടക്കും, കൊച്ചു പിള്ളേർ ഓടി നടക്കുന്നതൊക്കെ. എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ പോണത് ഈ വീൽ ചെയറിലാണ്, റേഷൻ വാങ്ങിക്കാൻ പോണത് ഈ വീൽ ചെയറിലാണ്, ഞാൻ പള്ളിയിൽ പോകുന്നതും ആശുപത്രി പോകുന്നതും ഈ വീൽ ചെയറിലാണ്. റോഡിൽ കൂടെ ഓടിപ്പോകും. എല്ലാവരും എന്നോട് ചോദിക്കും, വണ്ടി വരുന്ന കണ്ടില്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്നെ നോക്കിക്കോളൂ ചേട്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നാൽ മതിയോ? വല്ല വണ്ടി മുട്ടി എന്നെ അടുക്കും. ഞാൻ പറഞ്ഞു, മുട്ടണമെങ്കിലും ദൈവം അറിയണമല്ലോ. ആ പ്രദേശത്തിന് 5-6 കിലോമീറ്റർ ചുറ്റളവിൽ യാത്ര മുഴുവനും വീൽ ചെയറിലാണ്. ഒത്തിരി പോലീസുകാരുണ്ട്, അവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയും, ചേട്ടനെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം കേട്ടോ. വീൽ ചെയറിൽ ഇരിക്കുന്ന കാണുമ്പോഴല്ല, നിങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു, നിങ്ങളെ കാണുന്നവർക്ക് ആർക്കും നിരാശ തോന്നില്ല. സഹോദരങ്ങളെ, ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരിക്കണം. നമ്മളെ കാണുന്നവനിൽ ഒരു പ്രത്യാശ കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകുന്നത്. ഹല്ലേലൂയാ. വഴിയറമ്പിൽ ഭിക്ഷക്കാരായിട്ട് ഇരിക്കുന്നവരുണ്ട്. കഴിയുന്ന ഒരു ചായ കുടിക്കാൻ കാശ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കും. അല്ലെങ്കിൽ അവനോട് ഇച്ചിരി നേരം വർത്താനം പറയും, എന്നാണ്ട് വിശേഷം, നിൻ്റെ വീട് എവിടാ, നീ എന്നെ ഇങ്ങനെ ആയിപ്പോയത്. നമ്മൾ അവരോടൊക്കെ ചോദിക്കും. ഞാൻ പറയാം, ഒത്തിരി വലിയ മനുഷ്യരോട് സംസാരിക്കുന്ന മനുഷ്യനാണ്, പക്ഷേ നമ്മളൊരു പാവപ്പെട്ട മനുഷ്യനോട് സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു കൃപയുണ്ട്. അത് ദൈവത്തിൻ്റെ മഹത്വം തന്നെയാ. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുക എന്ന് പറഞ്ഞാൽ അത് ചെടിയായി വളർന്നു എന്നൊക്കെ ഒത്തിരി തരത്തിൽ അതിൻ്റെ വ്യാഖ്യാനം വരുമ്പോൾ, ഞാനെന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞിട്ട് മക്കൾക്കും ജീവിത പങ്കാളിക്കും അതുപോലെ എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ നാട്ടുകാർക്കും അത്രയും കഴിയട്ടെ, അത് മാറ്റിവെക്ക്. ഇനി നിൻ്റെ മുൻപിൽ വരുന്ന, നീ കാണുന്ന, നീയുമായി ഇടപെടുന്ന സമൂഹത്തിലെ വ്യക്തിക്ക് വേണ്ടി നിന്നാൽ കഴിയുന്ന നന്മ കൊടുക്കുമ്പോഴാണ് നീ അഴിയുന്നത്. വീട്ടിലുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കടമയാണെന്ന് വിചാരിക്കുക.
അതിനപ്പുറമായി കരുണ കാണിക്കാതെ എനിക്ക് നിനക്കും സാധിക്കണം. ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല. ഈ സുവിശേഷം പറഞ്ഞും പ്രസംഗിച്ചുമൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. പക്ഷേ ഇതെൻ്റെ ഉള്ളിൽ ദഹിച്ചിട്ട് ദൈവസ്നേഹം എന്നിൽ നിന്ന് വെളിപ്പെടുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെന്നും പറഞ്ഞ് ഞാൻ നടക്കുക, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഫലമില്ലെങ്കിലോ? ഞങ്ങളുടെ വീട്ടിൽ മാവുണ്ട്, പക്ഷെ മാങ്ങ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ മാവ് നിർത്തുമോ ആരെങ്കിലും? നിർത്തത്തില്ല. ഇതുപോലെ പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ല. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം? 9 ഫലങ്ങളാ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അവനിൽ സ്നേഹമുണ്ടാകും. അത് വീട്ടിലുള്ളവരോട് മാത്രമല്ല, അവൻ കാണുന്ന, കേൾക്കുന്ന, ഇടപെടുന്ന ഓരോ മനുഷ്യനോടും സ്നേഹമുണ്ടാകും. അവനിൽ ആനന്ദമുണ്ടാകും. ആ ലോകത്തിൻ്റെ എന്തെങ്കിലും ഭൗതിക വസ്തുക്കൾ കഴിച്ചിട്ടുള്ള കിട്ടുമ്പോഴുള്ള ഒരു ആനന്ദമല്ല, അവന് സമാധാനം ഉണ്ടാകും. കാരണം ആരോഗ്യമുള്ളപ്പോഴും ആരോഗ്യമില്ലാത്തപ്പോഴും, സമ്പത്തുള്ളപ്പോഴും സമ്പത്തില്ലാത്തപ്പോഴും, രോഗിയായിരിക്കുമ്പോഴും സൗഖ്യപ്പെടുമ്പോഴും അവനിലൊരു പ്രത്യേക സമാധാനമുണ്ടാകും. അങ്ങനെയുള്ള മനുഷ്യനിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമായിരിക്കുന്നത്. അല്ല, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. ക്ഷമയുണ്ടാകും. കൂടപ്പിറപ്പിനോടോ ഭർത്താവിനോടോ മക്കളോടോ ഭാര്യയോടോ അയൽക്കാരോട് ക്ഷമിക്കാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ നിന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ല എന്ന് തിരിച്ചറിയട്ടെ. ക്ഷമ, ദയ കാണിക്കാൻ. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കാനാ. നമുക്കിഷ്ടമില്ലാത്ത ഒരു അയൽക്കാരനുണ്ടെങ്കിൽ അവനെ ഒന്ന് നോക്കി ചിരിക്കാനെങ്കിലും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ ക്രിസ്ത്യാനിയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും അർത്ഥമില്ല. അവരെന്നോട് ദയ കാണിക്കാൻ, അവരെൻ്റെ നന്മ കണക്കാക്കി അവനെ കൂടെ ഒന്ന് സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മളെല്ലാവരും പറയും നമ്മൾ ഭാരതീയരാണ്. 140 കോടി ജനം ഭാരതീയരാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാരതീയർ പരസ്പരം സ്നേഹിക്കാൻ ക്രിസ്ത്യാനി ഒരുങ്ങിയിരുന്നെങ്കിൽ എന്തുമാത്രം ക്രിസ്ത്യാനികളിലൂടെ ഉണ്ടായേനെ. തുറന്നു കൊടുത്ത് സ്നേഹിക്കാൻ, അഴിഞ്ഞു തീരുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരാണ് ഇന്ത്യൻ പട്ടാളം. കാരണം ഇവിടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ അവരവിടെ ഉറക്കം കളഞ്ഞ് കാത്തിരിക്കുക. ശത്രുവിൻ്റെ വെടിയുണ്ടയ്ക്ക് മുമ്പിൽ കർത്താവെ അവരെ കാത്തുകൊള്ളണമേ. എൻ്റെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഭരണാധിപന്മാരെ മുഴുവൻ കാത്തുകൊള്ളണമേ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും സഹമന്ത്രിമാരെയും MLA-മാരെയും കാത്തുകൊള്ളണമേ. നിരന്തരം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരിൽ തിന്മ കടന്നുകൂടിയാൽ അതിൻ്റെ ഭാരം മുഴുവൻ എൻ്റെയും നിങ്ങളുടെയും ശിരസിന് മുകളിൽ വന്നു വീഴും. ലോകത്തിൻ്റെ ഉപ്പായി തീരേണ്ടത് അങ്ങനെയാ. ലോകത്തിൻ്റെ പ്രകാശമായി തീരേണ്ടത് അങ്ങനെയാ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട്. ആ പ്രാർത്ഥന നമ്മളുടെ സഹനം കൂടെ സമർപ്പിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും കൊടുക്കുക. ലോകത്തിന് മുഴുവനായി കർത്താവിൻ്റെ സ്നേഹം ലഭിക്കത്തക്ക തരത്തിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ട കാലമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നടക്കുന്ന വഴിയൊക്കെ നിങ്ങൾ ഒന്ന് സ്തുതിച്ചുകൊണ്ട് നടന്നേ. വീട്ടിൽ നിന്ന് ഞാൻ ദേവാലയത്തിലേക്ക് എൻ്റെ വീൽ ചെയർ ഇറങ്ങുമ്പോൾ തുടങ്ങും ഞാൻ എൻ്റെ കൊന്ത. ആ കൊന്ത ചൊല്ലി ഒരു കൊന്തയും ഒരു കരുണക്കൊന്തയും കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ദേവാലയത്തിൽ ചെല്ലാം. കാണുന്ന മനുഷ്യരോടൊക്കെ ഒത്തിരി ലോകകാര്യം പറയാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതല്ല, നീ പോകുന്നത് ദൈവസന്നിധിയിലേക്കാണ്. ബലിയർപ്പിക്കാനാണെങ്കിൽ നീ പ്രാർത്ഥനയോടെ പോകുക. ഹൃദയത്തിൽ മറ്റുള്ളവരെ കൂടെ എടുത്തുകൊണ്ട് പോയി ബലിയർപ്പിക്കാൻ കാഴ്ചവെക്കുക. അത് കഴിയുമ്പോൾ നല്ല തൻ്റെ ഇടമുള്ള ആത്മാവിൽ നിറവുള്ള മകനും മകളുമായി നീ ഞാനും മാറും. എൻ്റെ വീട്ടിലെ കാര്യം, എൻ്റെ കൊച്ചിൻ്റെ കാര്യം, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, ഞങ്ങളുടെ കടത്തിൻ്റെ കാര്യം, ഞങ്ങളുടെ വീടിൻ്റെ കാര്യം, അങ്ങനെ മാത്രം നീ പറയുന്നെങ്കിൽ പ്രത്യേകിച്ച് ഒരു നന്മയും നമുക്കുണ്ടാകാൻ പോണില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹിക്കാൻ എന്തുമാത്രം കഴിയുന്നോ വിവേകത്തോടെ സ്നേഹിക്കണം. മണ്ടത്തരം കാണിച്ചു വെക്കല്ലേ. സ്നേഹിക്കേണ്ടത് വിവേകത്തോടെ. അയൽക്കാർക്ക് സ്നേഹിക്കുക, അവരെ സഹായിക്കുക, കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കുക. അവിടെ നീ ഒരു കുന്തിരിക്കം നെരിപ്പോടിൻ്റെ മുകളിൽ വീണവർക്ക് വീണെഴുന്നത് പോലെ സുഗന്ധമായി മാറുമ്പോൾ നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് നിന്റെ പേര് പറയാതെ അവർ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുമാത്രം നന്മകളാണ് നമ്മൾ അറിയാതെ നമ്മൾക്ക് നഷ്ടപ്പെടുന്നത്. കാരണം നമ്മൾ ഉപേക്ഷയാലേ നമ്മളിപ്പോൾ അവനെ കാണാൻ പോകണോ, അവനോട് വർത്താനം പറയണോ, അവനല്ലേ ഇന്നാൾ എന്നെ കുറ്റം പറഞ്ഞതാ,
അത് അന്നേരത്തെ ഒരു ബലഹീനതയ്ക്ക് പറഞ്ഞ നീ ഒന്ന് സംസാരിച്ച് നോക്കിക്കേ, എന്തുമാത്രം നന്മ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാമോ? നീ സ്നേഹത്തോടെ ഒന്ന് നോക്കിക്കേ, സുഖമാണോ എന്നൊന്ന് ചോദിച്ചേ, സാരമില്ലെന്നൊന്ന് പറ. ഞങ്ങളൊക്കെ ഇല്ലേ ചേട്ടാ, അല്ലെ ചേച്ചി, ഞങ്ങളൊക്കെ ഇല്ലേ, മക്കളെ വിഷമിക്കണ്ടടാ, ഞങ്ങളൊക്കെ ഉണ്ടടാ സഹായിക്കാൻ. ആർക്കും സമ്പത്തൊന്നും അല്ല ആവശ്യം, നല്ല വാക്കുകൾ കൊടുക്ക്. നമ്മൾ ക്രിസ്തുവിൽ വളരുന്നെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വളർത്തും. നമ്മൾ ആരെയും വളർത്തുന്നില്ലെങ്കിൽ നമ്മൾ തളർന്നുകൊണ്ടിരിക്കുന്നു, ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അകലെയാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സുവിശേഷവും ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ദൈവം സ്നേഹമാ, ദൈവം സ്നേഹമാ, നിങ്ങൾ ക്ഷമിക്കണം സഹിക്കണം എന്നൊക്കെ കുഞ്ഞോൻ ബ്രദർ വിട്ടിരുന്ന് അങ്ങ് പറയും. പക്ഷെ കുഞ്ഞോൻ ബ്രദറുമായിട്ട് ഇടപെട്ട് വരുന്ന ഒരു ഇഷ്ടനാണ്, ഇയാൾ ക്ഷമിക്കാത്ത മനുഷ്യനാണെന്ന് പറയുന്നെങ്കിൽ എൻ്റെ പ്രസംഗം കൊണ്ട് ഞാൻ നരകത്തിലേക്ക് പോകത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ മനസ്സ് തുറന്ന് സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ മിച്ചം വരുന്ന ആഹാരം അടിൽപക്കത്തെ പട്ടിണിക്കാരന് കൊടുക്കാതെ ഫ്രിഡ്ജ് കയറ്റി വെച്ച് ചൂടാക്കി അത് തിന്ന് നീ രോഗിയാകുക. അപ്പുറത്ത് അവൻ പട്ടിണി കിടന്ന് രോഗിയാകുന്നു, ഇപ്പുറത്ത് നീ തിന്ന് രോഗിയാകുന്നു. അയൽവക്കത്ത് കഞ്ഞി വെച്ചതാണോ? ഒത്തിരി കൊടുക്കാനല്ല ഈ പറയുന്നത്. ഒരാളുടെ ആവശ്യത്തിന് മുഴുവൻ കൊടുക്കാൻ നമുക്ക് പറ്റില്ലെങ്കിലും നിനക്ക് കഴിയുന്നത് കൊടുത്താൽ നിന്റെ മടിയിലേക്ക് കർത്താവ് കൊടഞ്ഞിട്ട് തരും. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സുവിശേഷം ഇങ്ങനെയായി മാറണം. നിന്റെ ആത്മാവിൽ മറ്റുള്ളവരോട് തോന്നുന്ന സ്നേഹം ഭൗതിക പ്രവർത്തികളിൽ നിന്നിൽ നിന്ന് ദാനമായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഭൗതിക വസ്തുക്കൾക്ക് ഇടയുണ്ടാകുമ്പോഴാണ് ശരിക്കും സ്നേഹം മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. എറണാകുളം പട്ടണത്തിൽ കുറേ ധർമ്മക്കാരുണ്ട്. എല്ലാം ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് അപ്പവും കോഴിക്കറിയും, എല്ലാവരും ഇത് ചെയ്യാനല്ല പറഞ്ഞത്, നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം കോഴിക്കറിയായിട്ട് വരും. ഒരു 50 പേര് ആ ഒരു തെരുവിലുണ്ടാവും. ഒരു പള്ളിയുടെ മുൻപിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഈ ആഹാരം അവർക്കെല്ലാം കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ ചിലരുടെയൊക്കെ വസ്ത്രങ്ങളൊക്കെ വളരെ മോശമാണ്. അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അവരോട് പോയി കുളിച്ചിട്ട് വരാൻ പറയും. പുതിയ ഓരോ ജോഡി ഡ്രസ്സ് കൊടുക്കും. ചില മനുഷ്യർ തെരുവിലാണെങ്കിലും അവർക്ക് മരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. ഒരാഴ്ച ചിലപ്പോൾ 10, 200, 500 രൂപയുടെയൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എന്ത് ചെയ്യും? അവർക്ക് അത്യാവശ്യം ഒരു 200, 300 ഒക്കെ വെച്ച് അവർക്ക് വേണ്ടി കൊടുക്കും. അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കും. എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. കഴിഞ്ഞ ഈസ്റ്ററിന് ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ആ ഹൈക്കോടതി ജംഗ്ഷനിലിരുന്നാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞത് കുഞ്ഞുമോൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ വലിയ വിഷയം അങ്ങനെയൊന്നുമല്ല. നമ്മളാലൊക്കെ കഴിയണം. നമ്മുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അയൽപക്കങ്ങളിൽ ഒരു വയ്യാത്തൊരാളുണ്ട്, ഇല്ലെങ്കിൽ വേണ്ട, കാശുണ്ട് പോക്കറ്റിൽ, ചേട്ടൻ പോയി ഒരു ചോറുണ്ടോ, ഇത്തിരി കാശ് കൊടുക്കല്ലേ, കാരണം കൂടുതൽ കാശ് കൊടുത്താൽ വേറെ കള്ളുകൂടിയും ബഹളമൊക്കെ ഉണ്ടാക്കും. നമ്മൾ വിവേകത്തോടെ നമ്മളൊരാളെ കാണുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അവൻ വിശന്നാ വരുന്നത് കേട്ടോ, അവന് മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതാ. പള്ളിക്ക് 10,000 കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷേ അയലോക്കത്ത് കിഡ്നി പോയ ആളിന് ഡയാലിസിസ് ചെയ്യാൻ ഒരു 500 രൂപ കൊടുക്കത്തില്ല നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, വേണ്ട സഹായം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ ഒത്തിരി കാശ് കൊടുക്കാൻ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുക, ഒത്തിരി സമയം പോയി ഇരിക്കാനൊന്നും അല്ല പറയുന്നത്. കഴിയുന്നത് ചെയ്യുക, കഴിവുള്ളത് ചെയ്യുക. കർത്താവ് അത്ഭുതം പോലെ പരിപാലിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയുസിന് എന്ത് നീളമുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ ഒക്കുമോ? ഒന്നൊക്കത്തില്ല. ഓരോ പ്രഭാതത്തിൽ എണ്ണീക്കുമ്പോൾ ഇന്നലത്തെ ദിവസം വരെ കഴിഞ്ഞു പോയി, ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ ദിവസം കഴിയുന്നിടത്തോളം നന്മ ചെയ്യുക, കഴിയുന്നിടത്തോളം ദൈവസ്നേഹം പകർന്നു കൊടുക്കുക. അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ, നമ്മൾ ഈ നന്മ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ തിന്മ ഉള്ളതുകൂടെ പുറത്തു പൊക്കോളും. അറിഞ്ഞും അറിയാതെയും ചെയ്ത സകല തിന്മകളും അതുപോലെ തന്നെ ദാനധർമ്മം ഒരുപാട് പാപങ്ങൾക്ക് പരിഹാരമാണ്. മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, അവരെ കരുതുന്നത്, അവരെ പരിപാലിക്കുന്നത്, നമ്മുടെ പാപങ്ങളുടെ കടം വീട്ടാൻ അത് ഒത്തിരി നല്ലതാണെന്നൊക്കെ പ്രഭാഷകൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇന്ന് വായിച്ചു നോക്കണം. 3-ാം അധ്യായം മുഴുവൻ പറഞ്ഞേക്കുന്നത് മാതാപിതാക്കന്മാരോടുള്ള കടമകളാണ്. അവരെ സ്നേഹിക്കുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ദീർഘായുസ്സുണ്ടാകും, നിന്റെ മക്കൾ നിന്നെ സന്തോഷിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. കുമ്പസാരത്തിലൂടെ മാത്രം പാപമോചനം വരികയല്ല, നമ്മുടെ ജീവിതം കൊണ്ട് പരിഹാരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അറിവിൻ്റെ ഉന്നതങ്ങളിലേക്ക് പോകുന്നതിനപ്പുറത്ത് അഭിഷേകത്തോടെ ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ, സ്നേഹത്തിൻ്റെ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ എന്ത് എളുപ്പമാ സ്വർഗത്തിൽ പോകാൻ. സിമ്പിളായിട്ട് നമുക്ക് സ്വർഗത്തിൽ പോകാം. കണ്ണുകൊണ്ട് സ്നേഹത്തിൻ്റെ നോട്ടം കൊടുത്തേ. സ്നേഹമില്ലാത്ത നോട്ടങ്ങളെല്ലാം അശുദ്ധിയും പാപവും മ്ലേച്ഛതയും നമുക്ക് തരും. സ്നേഹത്തോടൊന്ന് നോക്കിക്കേ. കാതുകൊണ്ട് മറ്റുള്ളവരെ ക്ഷമയോടെ ഒന്ന് കേട്ടേ. ഞാൻ പറയുന്ന കേൾക്കുന്നല്ല. മക്കളെ, ജീവിത പങ്കാളിയെ, അയൽക്കാരെ വേണ്ടാത്തത് കേൾക്കാൻ പോകല്ലേ. അത് വിവേകം ഉപയോഗിച്ചോണം. വേണ്ടുന്ന കാര്യം ഒരാളുടെ സങ്കടം ഒന്ന് കേട്ടേ. ഇപ്പൊ കണ്ണുകൊണ്ട് സ്നേഹത്തിൻ്റെ നോട്ടം കൊടുക്കുക, കാതുകൊണ്ട് ക്ഷമയുടെ കേൾവി കൊടുക്കുക, നാവുകൊണ്ട് ഗുണം പിടിക്കും, അനുഗ്രഹിക്കപ്പെടും. ഈ പരാജയം മാറും, ഈ രോഗം മാറും, രക്ഷപ്പെടുമെന്ന് പറ. നേരെ നീ പറയാ ശരിയാവില്ല, പരാജയപ്പെട്ടു പോവും, ഇനിയും മുന്നോട്ട് പോകത്തില്ല, അവരങ്ങനാണ്, അങ്ങനെ പറയാതിരിക്കുക. പറയുക, ഇത് ശരിപ്പെടും, ഇത് രക്ഷപ്പെടും, ഇത് വീണ്ടെടുക്കപ്പെടും, ഈ പരാജയം മാറും, ഈ കടം മാറും, ഈ രോഗം മാറും, ഞാൻ രക്ഷപ്പെടും, ദൈവം എന്നെ സഹായിക്കും. നിങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കേ. നിരന്തരം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ കൃപ കൊണ്ട് നിറയുകയും നമ്മളിലെ സമാധാനം മറ്റുള്ളവർക്ക് കാണാൻ ഇടയാകുകയും ചെയ്യും. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് സ്നേഹത്തിൻ്റെ നോട്ടവും, കാതുകൊണ്ട് ക്ഷമയുടെ കേൾവിയും, നാവുകൊണ്ട് ഗുണം പിടിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാക്കുകളും, മൂക്കുകൊണ്ട് എന്ന് പറഞ്ഞാൽ സുഗന്ധവും അറിയുന്നതും ശ്വസിക്കാനും കഴിയുന്നത് മൂക്കാണ്. ഈ മൂക്കുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദുർഗന്ധം സഹിച്ചുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കാൻ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ, ആതുരാലയങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവർ, ഡോക്ടർമാർ, നഴ്സുമാർ, ഇവരൊക്കെ പലപ്പോഴും ദുർഗന്ധം സഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. ആ തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളെ ദൈവസ്നേഹത്തോടെ ആ ദുർഗന്ധം സഹിച്ച് അതിൻ്റെ ഉറവിടമായ മനുഷ്യനെ സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉറപ്പ് 100% ഉറപ്പ്, കർത്താവിനായാണ് നിങ്ങൾ സഹായിക്കുന്നത്. അതിൻ്റെ പ്രതിഫലം സ്വർഗമായിരിക്കും അവിടുന്ന് നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. ചേർത്ത് പിടിക്കാൻ അടുത്ത ഇന്ദ്രിയം സ്പർശനേന്ദ്രിയം. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്. 5 ഇന്ദ്രിയങ്ങളാ. ഈ 5 ഇന്ദ്രിയങ്ങൾ ആദ്യം ഇങ്ങനെ നന്മ ചെയ്യാൻ തുടങ്ങുമ്പം ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മളിലേക്ക് വന്നിരിക്കുന്ന പാപം അകന്നകന്നു പോകും. സ്നേഹമില്ലാതെ തൊടുമ്പോഴെല്ലാം അശുദ്ധമാണ്. സ്നേഹത്തോടെ തൊടുമ്പോഴെല്ലാം അത് വളരെ വലിയ അഭിഷേകമാണ്. നമുക്കും സന്തോഷമാണ്, ആരെ സ്പർശിക്കുന്നു അയാൾക്കും സന്തോഷമാണ്. സ്നേഹമില്ലാതെ തൊടുമ്പോഴെല്ലാം അശുദ്ധവും പാപവും മ്ലേച്ഛവുമാകും. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം കൊടുക്കുമ്പോൾ, അങ്ങനെ സുവിശേഷം കൊടുക്കുന്ന നീ ഒരു വിശുദ്ധനായി തീരും, വിശുദ്ധയായി തീരും. വിശുദ്ധനും വിശുദ്ധിയൊക്കെ ആകാൻ വളരെ എളുപ്പമാണ് പ്രിയപ്പെട്ടവർ. ഒത്തിരി മസിൽ പിടിച്ചൊന്നും നടക്കണ്ട, വളരെ ഫ്രീ ആയിട്ട് നടന്നാൽ മതി. ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അവിടുന്ന് എന്നെ സഹായിക്കും. ആ ഒരു ബോധത്തോടെ നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കൂടെ നടക്കുന്ന മറ്റുള്ളവർക്കത് മനസ്സിലാകും. കാരണം ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം ഉണ്ടാകും. സ്നേഹം കവിഞ്ഞൊഴുകുമ്പോൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവർക്ക് നമ്മളിലുള്ള ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കാൻ സാധിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഈ കാലഘട്ടത്തിൽ അത് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അറിവും ബോധവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ഭാരതത്തിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഭാരതത്തിലെ മുഴുവൻ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടമ എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഓരോ മനുഷ്യരെയും നമ്മളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മൾ സുവിശേഷം പറയാൻ പോകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ സ്വാഭാവികമാ. സുവിശേഷം പറയാൻ പോയവരാരും തല്ല് കിട്ടാതെ വന്നിട്ടില്ല. കർത്താവിൻ്റെ കൂടെ നടന്ന 12 എണ്ണത്തിൽ ഒരുത്തം പോയിട്ട് ബാക്കി 11 പേരും മരിച്ചിരിക്കുന്നത് യോഹന്നാൻ ശ്ലീഹ മാത്രമേ ഉള്ളൂ വാർദ്ധക്യത്തിൽ ചെന്ന് മരിച്ചു. ബാക്കിയെല്ലാം മറ്റുള്ളവർ കൊല്ലുകയായിരുന്നു, വധിക്കപ്പെടുകയായിരുന്നു. അവരെ എന്തെങ്കിലും ചീത്തയും തെറിയും പറഞ്ഞിട്ടും ഈ ലോകത്തിൻ്റെ പണം ഉണ്ടാക്കാൻ പോയിട്ടും അല്ല. അവർ ജീവനുള്ള ദൈവത്തെപ്പറ്റി പറയുമ്പോൾ ലോകത്തിൻ്റെ ദുഷ്ടൻ അവർക്കെതിരെ തിരിയും. പക്ഷെ തല്ല് കിട്ടിയിട്ടും തൊഴി കിട്ടിയിട്ടും ഒന്നും അവരാരും അടങ്ങിയിരുന്നില്ല. കാരണം ആത്മാവിൽ പിടിച്ച തീയുടെ വലിപ്പം അത്ര ഭയങ്കരമായിരുന്നു. എനിക്ക് തോന്നുന്നത് പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ചെന്ന് സ്തുതിച്ചതും അവിടെ അത്ഭുതം നടത്തിയതുമൊക്കെ നമ്മൾ 10,000 തരത്തിൽ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് തലേദിവസം പൗലോസിനോടും ശീലാസിനോടും പറഞ്ഞു കാണും, നാളത്തെ ശുശ്രൂഷ, നാളെ വൈകിട്ടത്തെ ശുശ്രൂഷ
ജയിലിലാണ്. അപ്പോൾ ചോദിച്ചു, ഞങ്ങളെങ്ങനെ ജയിലിൽ പോകും? അതിനുള്ള വഴിയുണ്ട്, മറ്റവർ പിടിച്ചകത്ത് കൊണ്ടുപോയിക്കോളും. അവിടെ കൊണ്ടുപോയി ആ ജയിലിൽ ശുശ്രൂഷ ചെയ്തിട്ട് ആ ജയിൽ അധികാരികൾക്കും അവിടെ കിടന്നവർക്കുമെല്ലാം ജീവനുള്ള ദൈവത്തെ കാട്ടിക്കൊടുക്കാനായിട്ട് അവർക്ക് സാധിച്ചു. അതുപോലെ പ്രതിബന്ധങ്ങൾക്ക് നടുവിലാകുന്ന നിങ്ങളും ഞാനും ആ പ്രതിബന്ധങ്ങളെ അനുഗ്രഹമാക്കി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിങ്ങൾ ജീവിച്ചാൽ ഉറപ്പ്, നിങ്ങൾ പ്രസംഗിക്കാത്ത സുവിശേഷം നിങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തെ മറ്റുള്ളവർക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കാഴ്ചവെക്കുക, നിങ്ങളുടെ സമ്പത്ത് കഴിയുന്നിടത്തോളം ദാനധർമ്മം ചെയ്യുക, നല്ല വാക്ക് പറയുക, നല്ല ജീവിതം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അത്ഭുതം പോലെ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ ലോക ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗം നമുക്ക് ലഭിക്കും, 100% ഉറപ്പ്. ഹല്ലേലൂയ. സമയം തീർന്നു, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങളൊക്കെ വരുമോ? മിണ്ടിയില്ലല്ലോ. നിങ്ങളൊക്കെ വരുമോ? സ്വർഗം വേണ്ടാത്ത ആരും ഇവിടെ ധ്യാനം കൂടണ്ട, വീട്ടിൽ പൊക്കൂ. ഈ ലോകത്തെ കഞ്ഞിയും കാപ്പിയും കാശും രോഗശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതിന് കർത്താവിൻ്റെ പുറകെ പോകണമെന്നില്ല. കർത്താവ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ദൈവത്തെ വിളിക്കാത്തവന് പോലും ദൈവം സൗഖ്യം കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് കർത്താവിനെയാണ്, സ്വർഗമാണ് വേണ്ടത്. ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങളൊക്കെ വരുമോ? നീ ഭൂമിയിൽ വെച്ച് കണ്ടില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും വിഷമിക്കണ്ട. സ്വർഗത്തിൽ വരാമെങ്കിൽ അവിടെ വെച്ച് നമുക്ക് കാണാം. ഹല്ലേലൂയ. വേദനിക്കുന്ന മർത്യനോടൊപ്പം വേദനയേറ്റ നാഥൻ ഇന്നുണ്ട്. വേറാരുമല്ലവൻ തന്നുടെ ജീവൻ വേർപെടുവോളം സഹിച്ചൊരു ദൈവം. കാലികൾ തന്നുടെ മധ്യേ ജനിച്ചു, കാലം കഴിഞ്ഞവൻ കാൽവരി പുൽകി. കാണാത്ത ദേശങ്ങൾ കാട്ടിത്തരുവാൻ കാരുണ്യമോടെ സഹിച്ചവൻ ഏറെ. ദൈവത്തിൻ സ്നേഹം പകർന്നങ്ങു നൽകാൻ ദൈവമായവൻ മർത്യനായി തീർന്നു. ദൈവത്തിൻ സ്നേഹം രുചിച്ചറിഞ്ഞിടാൻ മർത്യർ പരസ്പരം സ്നേഹിച്ചിടേണം. സ്നേഹിച്ചിടുന്നോരു മർത്യൻ എന്നെന്നും സഹിക്കാൻ ക്ഷമിക്കാൻ കൃപ ലഭിച്ചിടും. സഹിച്ചോരു നാഥനെ കാട്ടിക്കൊടുപ്പാൻ സഹനമതല്ലാതെ പാതയതില്ല. സഹിക്കുന്ന മർത്യൻ വിശുദ്ധനായി തീരും. വിശുദ്ധനായി തീർന്നെന്നാൽ സ്വർഗത്തിലെത്താം. സ്വർഗത്തിൽ മാലാഖമാരൊത്തു ചേർന്ന് നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. സ്വർഗത്തിൽ മാലാഖമാരൊത്തു ചേർന്ന് നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. സ്വർഗത്തിൽ മാലാഖമാരൊത്തു ചേർന്ന് നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. സ്വർഗത്തിൽ മാലാഖ നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. സ്വർഗത്തിൽ മാലാഖ ഉറക്കപ്പാട്. നിത്യവും നിത്യവും ദൈവത്തെ വാഴ്ത്താം. സ്വർഗത്തിൽ മാലാഖമാരൊത്തു ചേർന്ന്. ഹല്ലേലൂയ. ഭൂമിയിൽ വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിലും സ്വർഗത്തിൽ വെച്ച് കാണാവുന്ന ഉറപ്പോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.